പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തില് വന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവവചന ചിന്തകളുമായി ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവമായ കർത്താവ് അവസരങ്ങളെ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുക. സ്കിപ്പ് ചെയ്യാതെ ആദ്യവസാനം ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണുക. ഇതിലെ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു ഭാഗമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിക്കുന്നത്, നിങ്ങളെ സ്പർശിക്കുന്നത്. അതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ വിടുതലിന് കാരണമായി തീരുക. ആകയാൽ പ്രാർത്ഥനയോടെ അവസാനം വരെ നിങ്ങൾ കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുവാൻ തക്കണം പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ബ്ലെസി അനീഷ് ഔറംഗാബാദിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസിയെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സിസ്റ്റർ ബ്ലെസി അനീഷ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസിയെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മയിൽ കടന്നു വന്നതിൽ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ? വളരെ സന്തോഷം പാസ്റ്ററെ. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അരോമ ടി വിയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ നടത്തിയ വഴികളെ കുറിച്ച് പറയുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസന് ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ബ്ലെസ്സി എന്നാണ്. ഞങ്ങൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് പട്ടണത്തിൽ IPCയോടുള്ള ബന്ധത്തിൽ സഭാ ശുശ്രൂഷയിലും അതോടൊപ്പം തന്നെ കർത്താവ് ഏൽപ്പിച്ച മറ്റു ശുശ്രൂഷകളും കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. രണ്ട് കുടുംബജീവിതത്തിൽ കർത്താവ് 2 കുഞ്ഞുങ്ങളെ തന്നു. മോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ പിതാവും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇവിടെ കർത്താവിന്റെ പേരിൽ ഞങ്ങളായിരിക്കും. ഓക്കെ, സിസ്റ്ററെ പരിചയപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഔറംഗാബാദില് മഹാരാഷ്ട്രയിലെ കർത്താവിന്റെ വേല ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ശക്തമായി ആ പ്രദേശത്ത് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആകട്ടെ, സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ നടത്തിയ വിധങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് സിസ്റ്ററിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാല സ്മരണകളും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും ചുരുക്കം വാചകങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. കർത്താവിന്റെ ദാസന് പറഞ്ഞതുപോലെ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച്, സഹോദരനെ കുറിച്ച് ഒക്കെ പരിചയപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് കരുണയാല്, ദൈവത്തിന് മഹാകൃപയാല് ഒരു സുവിശേഷകന്റെ മകളായിട്ട് ജനിക്കുവാനും വളർത്തപ്പെടുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. IPCയിലെ തന്നെ ഒരു ശുശ്രൂഷകനാണ് എൻ്റെ പിതാവ്. മമ്മി ഇപ്പോൾ നിത്യയിൽ വിശ്രമിക്കുന്നു. 8 വർഷമായി. ശരീരത്തിന് അല്പമല്ലാത്ത സൗഖ്യമില്ലാത്ത നിമിത്തം മമ്മി ഏകദേശം 1 വർഷത്തോളം സുഖമില്ലാതെയായിരുന്നു. അതിനുശേഷം 2015 കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ പിതാവും ഇപ്പോൾ സഭാ ശുശ്രൂഷയില്ലാതെ ഭവനത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. തിരുവല്ല കവിയൂരാണ് എൻ്റെ സ്ഥലം. എനിക്ക് ഒരു സഹോദരനുണ്ട്. ദൈവത്തിന്റെ കരുണയാൽ ആ സഹോദരനും സഭാ ശുശ്രൂഷയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സെൻട്രൽ സഭാ ശുശ്രൂഷയിലും ദൈവം ഏൽപ്പിച്ച മറ്റു ശുശ്രൂഷകളും സഹോദരനും കുടുംബവുമായിരിക്കുന്നു. ഞങ്ങൾ 2 മക്കളാണ്. കുടുംബമായി കർത്താവിന്റെ വേലയിൽ തലമുറയായി കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ വിവാഹം കഴിച്ചയച്ചത് മല്ലപ്പള്ളിക്കടുത്ത് എഴുമറ്റൂർ എന്ന സ്ഥലത്താണ്. കർത്താവിന്റെ ദാസന്റെ ഭവനത്തിലും മാതാവ് ദീർഘവർഷങ്ങൾക്ക് മുൻപേ നിത്യതയിൽ പ്രവേശിച്ചതാണ്. പിതാവ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ. കർത്താവിന്റെ ദാസന് 3 സഹോദരങ്ങളാണ്. അവരെല്ലാം കുടുംബമായി വിദേശ രാജ്യങ്ങളിൽ ജോലിയോടനുബന്ധിച്ചായിരിക്കുന്നു. ബാല്യകാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കർത്താവ് എൻ്റെ കൃപയാലെ ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ മകളായിട്ട് ജനിച്ച് വളർന്നത് കൊണ്ട് പാഴ്സനേജിലാണ് വളർന്നതും. ഓർമ്മയായ സമയങ്ങളും നല്ല പ്രായത്തിൽ ബാല്യപ്രായങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി ട്രാൻസ്ഫർ ആയിട്ട് അങ്ങനെ ട്രാൻസ്ഫറിനനുബന്ധിച്ച് നടന്ന അനുഭവങ്ങളാണ് ഉള്ളത്. പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുവാനും സംസാരിക്കുവാനും പല സിറ്റുവേഷനിലുള്ളവരുമായിട്ട് ജീവിതത്തിൽ കണ്ടുമുട്ടുവാനും അവരുമായിട്ടൊക്കെ സ്നേഹബന്ധത്തിലായിരിക്കാനായിട്ട് പാസ്റ്റർമാരുടെ മക്കൾക്ക് ലഭിക്കുന്ന ഒരു പദവി കുറച്ച് നല്ലതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്.
പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. മാറി മാറിയുള്ള ട്രാൻസ്ഫർ, നമ്മൾക്ക് ഒരു സ്കൂളിൽ പഠിക്കാൻ കഴിയാത്തത്, അങ്ങനെ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. എങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ദേശവും സംസ്കാര രീതികളും കേരളത്തിലാണെങ്കിൽ പോലും പല സ്ഥലത്തും പല രീതികളാണല്ലോ. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ടും പല രീതിയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെയും ഇടപെടുവാനും സഹകരിക്കുവാനും ദൈവം ചെറുതിലെ ഭാഗ്യം തന്നു. നല്ല അവസരങ്ങളായി ഞാൻ അതിനെ കാണുന്നു. ഓർമ്മയായി സമയവും അന്നും ഇന്നും പാഴ്സനേജ് ജീവിതമാണ്. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പാഴ്സനേജിൽ വളർന്ന ഒരു അനുഭവം ആയതുകൊണ്ട് പല അനുഭവങ്ങൾ, മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതവും അവരുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ടു വളരുവാനും ആ ഒരു അനുഭവത്തിൽ ഞങ്ങളും വളർന്നു വരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്നത്തെ ഒരു പാസ്റ്റർ ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ല ഞാൻ വളർന്നു വന്നത്. ഈവൻ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും വളർന്നു വരുന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ല ഞാൻ വളർന്നു വന്നത്. ഞാനും എൻ്റെ സഹോദരനും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിലായിരുന്നു. പക്ഷെ അവിടെയെല്ലാം കർത്താവ് നടത്തി, കർത്താവ് ഇതുവരെയും കൊണ്ടുവന്നു. ദൈവത്തിന്റെ വിശ്വസ്തത, അത്രയും മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. പാഴ്സനേജിൽ വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ വ്യത്യസ്തമായ ഒത്തിരി ജീവിതാനുഭവങ്ങളുടെ നല്ല ഓർമ്മകൾ, അതുപോലെ ഒരുപാട് വേദന നിറഞ്ഞ അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ മുൻപിൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആകട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഇന്നും വിശ്വസ്തയോടെ ആയിരിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. ആകട്ടെ, കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ തുടർന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് തുടർമാനമായിട്ട് സംസാരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലേക്ക് കർത്താവ് നടത്തിയ വഴികളെ കുറിച്ച്, ദൈവത്തിന്റെ കരുണ, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള. എൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവരോടും എനിക്കത് മാത്രമാണ് പറയുന്നത്. ദൈവം എത്ര വിശ്വസ്തനാണ്, കർത്താവ് എത്ര കരുണയുള്ള ദൈവമാണ്. അതെന്റെ ജീവിതത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പാഴ്സനേജിൽ ജനിച്ചു വളർന്നതുകൊണ്ടും എൻ്റെ പിതാവ് അല്പം കർക്കശക്കാരനായിരുന്നത് ആത്മീയ കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടെയാണ് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയത്. ഈവൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ, 5:30 എഴുന്നേറ്റില്ലെങ്കിൽ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെയാണ് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ അത്ര കർശനമായിട്ടാണ് എൻ്റെ പിതാവ് ഞങ്ങളെ വളർത്തിയത്. പല പ്രാവശ്യം സ്കൂളിൽ ഞാൻ അങ്ങനെ കഴിക്കാതെ പോയിട്ടുണ്ട്. കാരണം ഒറ്റേ ഉള്ളൂ, കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റില്ല. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അത്രയും എപ്പോഴും ഒരുപോലെ അല്ലല്ലോ. എന്തെങ്കിലും അസുഖങ്ങളുടെ കേസ് ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും പിതാവ് വളരെ സ്ട്രിക്റ്റോടുകൂടി ഞങ്ങളെ വളർത്തി. ദൈവത്തിന്റെ കൃപയാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കർത്താവിനെ രക്ഷനായി അംഗീകരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ കർത്താവിനെ സഹായിച്ചു. ആ വർഷം തന്നെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പിതാവിനോട് സ്നാനപ്പെടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അപ്പ എന്നോട് പറഞ്ഞു, നീ ഇച്ചിരൂടെ പ്രായമാകട്ടെ, ചെറിയ പ്രായം 11 വയസ്സല്ലേ ഉള്ളൂ, കുറച്ചുകൂടി 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ സ്നാനപ്പെടുത്താം എന്ന് പിതാവ് എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ടിയില്ല. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു സഹോദരി പപ്പായെ ഫോൺ വിളിച്ച് ചോദിച്ചു, പാസ്റ്ററെ ബ്ലസ്സിമോള് സ്നാനപ്പെടാനായിട്ട് പാസ്റ്ററോട് ആവശ്യപ്പെടുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുറച്ച് ദിവസം മുമ്പ് അവൾ എന്നോട് അങ്ങനെ ഒരു വിവരം പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ അതിനെ തടസ്സപ്പെടുത്തി, കുറച്ചുകൂടെ സമയം കഴിയട്ടെ എന്ന് ഞാൻ അവളോട് പറഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞല്ല, ദൈവത്തിന്റെ ആത്മാവാണ് അങ്ങനെ ഒരു പ്രേരണ കൊടുത്തത്. ഒരു ദൈവദാസനെ ദൈവം ദർശനം കാണിച്ചിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു, ആ ചേച്ചി ദർശനം കാണുന്നു, ഞാൻ ഒരു ദേവദാസിന്റെ ഒരു ഷേപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു പാസ്റ്റർ കൈക്കീഴിൽ ബ്ലെസ്സിമോൾ സ്നാനപ്പെടുന്നതായിട്ട് ഞാൻ ദർശനം കണ്ടു. പാസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിൽ, പാസ്റ്ററുടെ മോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ നിശ്ചയമായിട്ട് പാസ്റ്റർ അതിനെ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ദൈവം എങ്ങനെയാണോ ആ ചേച്ചി ദർശനം കാണിച്ചത് അതുപോലെ തന്നെ ശരീരപ്രകൃതിയുള്ള ഒരു ദൈവദാസന് കൈക്കീഴിൽ പിറ്റേ മാസം തന്നെ സ്നാനപ്പെടുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ ആത്മീയ അനുഭവങ്ങളെ കുറിച്ചുണ്ട്. മാതാവും പിതാവും വിശ്വാസ ജീവിതമാണ് നയിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവരോട് ആവശ്യപ്പെട്ടാൽ ആദ്യം പറയുന്നത് മേടിച്ചു തരാമെന്നല്ല, അത് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ, എൻ്റെ ഭവനത്തിൽ പിതാവുണ്ട്, ഇവിടെ അച്ഛൻ്റെ പപ്പയുണ്ട്. എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരോട് ഉടനെ അവർക്ക് നിറവേറ്റി കൊടുക്കുകയാണ്. എല്ലാമല്ല, അവരുടെ നീഡ്സ് എന്തെങ്കിലും. പക്ഷെ ഞാൻ എൻ്റെ നീഡ് പപ്പായോട് പറഞ്ഞെങ്കിൽ ഉടനെ പപ്പ പറയും പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊരു അനുഭവത്തിലാണ് ഞാൻ വളർന്നു വന്നത്.
അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ വളരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങളങ്ങനെ ഈ പാഴ്സനേജ് വളർന്നത് കൊണ്ട് ഞാൻ പേഴ്സണലി പറയുവാണ് എൻ്റെ കാര്യം. സുവിശേഷ വേലയോട് എനിക്ക് താല്പര്യം തീരെ കുറവായിരുന്നു. സുവിശേഷ വേല ചെയ്യത്തില്ലെന്നല്ല, പൂർണ്ണ സമയം ഒരു സുവിശേഷകനെ വിവാഹം കഴിച്ചാൽ ഒരു പാസ്റ്ററെ, എസ്പെഷ്യലി ഒരു പാസ്റ്ററെ, സഭാശുശ്രൂഷ പാസ്റ്ററെ വിവാഹം ചെയ്ത് സഭാശുശ്രൂഷയിൽ ഇങ്ങനെ ആയിരിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ വളർന്നുന്ന സാഹചര്യം ആയിരിക്കാം ഒരു പക്ഷേ എന്നെ അങ്ങനെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ പാസ്റ്ററെ വിവാഹം കഴിക്കത്തില്ല, സുവിശേഷ വേല ചെയ്യത്തില്ല. പല പ്രാവശ്യം, ഒന്നല്ല രണ്ടല്ല, ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവ് അതെല്ലാം എന്റെ വാഗോണ്ട് തന്നെ തിരുത്തി പറയിച്ചു. കർത്താവിന്റെ പദ്ധതി ഇതായിരുന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എങ്ങനെയെങ്കിലും പഠിക്കണം, നല്ലൊരു ജോലി സമ്പാദിക്കണം, മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടൊക്കെ മാറണം, അവർക്കൊരു ഭവനമൊക്കെ ക്രമീകരിച്ചു കൊടുക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിന് പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ. എന്നാലേ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി അതല്ലായിരുന്നത് കൊണ്ട് ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ, എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് എന്ന അവസരം വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയമായിട്ട് നല്ല രീതിയിൽ വളരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ സുവിശേഷ വേലയോട് താല്പര്യമില്ലാതിരുന്ന സമയങ്ങളിൽ ഞാൻ +1 പഠിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. ആ ദർശനപ്രകാരം കർത്താവിന്റെ ഹിതം, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ആ ഒരു ദർശനത്തിൽ കൂടി ദൈവം എന്നെ മനസ്സിലാക്കി തന്നു. അത് മനസ്സിലാക്കി തന്നപ്പോൾ ആദ്യമൊന്നും എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ ഞാൻ ക്രമേണ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്കനുസരിച്ച് നമ്മൾ പോയില്ല എങ്കിൽ നമ്മുടെ വഴികളെല്ലാം അടയപ്പെടും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വ്യക്തി കർത്താവിന്റെ പദ്ധതി പ്രകാരം അതിൽ മാറി സഞ്ചരിച്ചാൽ ആ പദ്ധതിയിലേക്ക് ദൈവം ആ വ്യക്തിയെ എത്ര വില കൊടുത്തും കൊണ്ടുവരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഞാനത് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി വിട്ട് മാറിപ്പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചു. തുടർന്നുള്ള ചില മാസങ്ങൾ പല പല ദർശനങ്ങൾ ദൈവം എന്നെ കാണിച്ചു. എങ്ങനെ കർത്താവിന്റെ വേലയിൽ ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ പല വിധമായിട്ടുള്ള ദൈവിക അരുളപ്പാടുകൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് ലഭിച്ച നിമിത്തം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുവാനിടയായി. മാതാപിതാക്കളും സഹോദരനും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ദൈവവചനം എടുത്ത് എഴുന്നേറ്റ് നിന്ന് കരച്ചിലോടുകൂടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. അങ്ങനെ +2 പഠനത്തിന് ശേഷം ദൈവവചനം പഠിക്കുവാനായിട്ട് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 17ാമത്തെ വയസ്സ് പോകുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ദൈവവചനം പഠിക്കണമല്ലോ. നമ്മൾ ലോകപ്രകാരം ഒരു ജോലിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ആ ജോലി ലഭിക്കാനായിട്ടുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ദൈവവചന പഠനത്തോട് പലർക്കും താല്പര്യമില്ല, പ്രത്യേകിച്ച് സഹോദരിമാരെ പഠിക്കുന്നതിനോട്. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുമല്ല, പക്ഷെ എനിക്ക് ദൈവം തന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു നിശ്ചയമായിട്ട് അതൊരു ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞാൻ 17ാമത്തെ വയസ്സിൽ +2 പഠനത്തിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മണക്കാലയിൽ ദൈവവചനം പഠിക്കാനായിട്ട് പോയ സാഹചര്യം എന്ന് പറയുമ്പോൾ, മാതാപിതാക്കൾക്ക് എന്നെ ഫിനാൻഷ്യലി അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. എൻ്റെ ഇളയ സഹോദരൻ പഠിക്കുന്നുണ്ട്. ചർച്ചിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായിട്ടുള്ള വരുമാനങ്ങളും കാര്യങ്ങളും കൊണ്ട് എൻ്റെ പഠനവും കൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് എനിക്കുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ദൈവവചനം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവുമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ഞാൻ നിന്റെ വേല ചെയ്തോളാം. ഒരിക്കലും കർത്താവിന്റെ വേല വിട്ടുള്ളതൊന്നും, കർത്താവിന്റെ വേലയിൽ നിന്നും ലഭിക്കാത്തതോ കർത്താവിന്റെ വേല വിട്ടുള്ളതോ ഒന്നും ഞാൻ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും കർത്താവ് നടത്തി തരണം എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരാമെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഞാനൊരു പെൺകുഞ്ഞാണ്, എന്നെ വിവാഹം ചെയ്ത് അയക്കണം, അതിന് എൻ്റെ മാതാപിതാക്കളുടെ കരം ശൂന്യമാണെന്ന് എനിക്കറിയാം. അവർക്കൊരു ഭവനം വേണം, അതിനും അവരുടെ കരങ്ങൾ ശൂന്യമാണ്. ഇതെല്ലാം അറിവുള്ളതായിട്ട് തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ഞാൻ പോകാം, പക്ഷെങ്കിൽ നീ എൻ്റെ കാര്യം മുഴുവൻ നടത്തണം, കർത്താവ് എനിക്ക് വേണ്ടി എല്ലാ വഴികളെയും തുറക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ ദൈവവുമായിട്ട് ഞാൻ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ പോയി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട്, പ്രിയപ്പെട്ട ദൈവദാസനോട്, എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഒറ്റ കാര്യമുള്ളൂ. 17ാമത്തെ വയസ്സിൽ ഞാൻ ഏത് തീരുമാനത്തിൽ ദൈവസന്നിധിയിൽ കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ദീർഘമായിട്ടുള്ള 17-18 വർഷങ്ങൾ, 19-20 വർഷമാകുന്നു ഞാൻ കർത്താവിന് വേലയിലായിട്ട്, ദൈവവചനം പഠിക്കാൻ പോയ സമയം മുതൽ. എന്നാൽ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് എന്താണോ ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തോട്,
അത് മുഴുവൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും മറുപടി കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട നീഡ്സ് മുഴുവൻ കർത്താവ് നിറവേറ്റി തന്നു. എന്റെ മാതാപിതാക്കളോ സഹോദരനോ അതിനെക്കുറിച്ച് ഭാരപ്പെടാതെ, അവരതിനെക്കുറിച്ച് ഒരു ഭാരം അനുഭവിക്കാൻ ഇടയാകാതെ, എന്നെക്കുറിച്ച് ഇന്നും എന്റെ പിതാവിന് എന്നെക്കുറിച്ച് ഒരു ഭാരവും ഇല്ല. എപ്പോഴും പപ്പ പറയും, നിന്നെക്കുറിച്ച് എനിക്കൊരു ഭാരവുമില്ല. ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹോദരനെ കുറിച്ചാണെങ്കിലും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് മാതാപിതാക്കൾ സന്തോഷത്തോടുകൂടി തലമുറകളായി ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ദൈവം എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളെയും നിറവേറ്റി തന്നു. 5 വർഷക്കാലം ഞാൻ മണക്കാലയിൽ പഠിച്ചു. എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും, വിശ്വാസ ജീവിതം, അതുവരെ മാതാപിതാക്കളുടെ ഒരു അണ്ടറിലാണല്ലോ, ഒരു കെയറിൽ നമ്മൾ നിൽക്കുകയാണ്. തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ ഓരോ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളും നേടിയെടുക്കുക, പ്രാർത്ഥിക്കുക, വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് വരുവാൻ, ഒത്തിരി ആത്മീയാനുഭവങ്ങൾ പ്രാപിപ്പാൻ ഒക്കെ സെമിനാരി പഠനം എന്നെ സഹായിച്ചു. നിശ്ചയമായിട്ടും സെമിനാരി പഠനം ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവവചന പഠനം പൂർത്തീകരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ പല കൗൺസിലിംഗ് കോഴ്സുകൾ ചെയ്തു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പല ദൈവവചന പഠനശാലകൾ വചനം അഭ്യസിപ്പിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തരുന്നു. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ഞാൻ പിന്നെയും ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവിന്റെ വേലയിലായിരുന്ന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതനായ ദൈവദാസനുമായിട്ട് വിവാഹം കഴിയുവാൻ 2012 വിവാഹം കഴിയുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ പല പ്രാവശ്യം സെമിനാരിൽ പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു. നമുക്ക് അവിടെ മിഷണറി ചലഞ്ചും മിഷണറി കോൺഫറൻസുകളൊക്കെ സെമിനാരിൽ വെക്കുമ്പോൾ പല പ്രാവശ്യം മിഷണറിമാരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ പല പ്രാവശ്യം, 1 അല്ല 2 അല്ല, ആവർത്തിച്ച് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവ് നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ എവിടെയോ, കേരളം വിട്ട് എവിടെയായാലും, പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് സോൺ വിട്ടിട്ട് എങ്ങോട്ട് പോയാലും, എങ്ങോട്ട് കർത്താവ് അയച്ചാലും ഞാൻ പോകാം, കർത്താവിനെ അയക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരുടെ നടുവിലേക്ക് കർത്താവിനെ അയക്കണമേ എന്ന് ഞാൻ പല പ്രാവശ്യം സെമിനാരിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാരേജിന് പല പ്രപ്പോസൽസ് വരുമ്പോഴും നോർത്ത് ഇന്ത്യയിൽ വരുന്ന വിവാഹാലോചനകളൊക്കെയാണെന്ന് എനിക്ക് പ്രിഫറൻസ്. പക്ഷെ എന്തുകൊണ്ട് അതൊന്നും നടന്നില്ല. പക്ഷെ ഈ കർത്താവിന്റെ ദാസനുമായിട്ടുള്ള വിവാഹം നടന്നു. അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യ എന്നൊരു വിഷൻ പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു എതിരല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് കർത്താവിന്റെ ദാസൻ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങളുമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ദൈവം എനിക്ക് തന്ന ദർശനം, എനിക്ക് തന്ന കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ അദ്ദേഹവുമായി ഷെയർ ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ ആലോചനകളും, അത് ഷെയറിങ് മാത്രമല്ല, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിയുമല്ലോ നമ്മൾ ഓരോരുത്തരും. അങ്ങനെ കർത്താവിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് കർത്താവ് അയച്ചാൽ പോകാം എന്ന് എന്നോട് ദേവദാസൻ ചില നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് പറഞ്ഞു. അങ്ങനെ ദൈവം എപ്പം നമ്മളെ അയക്കുന്നു അപ്പൊ നമ്മൾ പോകാൻ റെഡി ആയിട്ടിരിക്കും എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങളായിരുന്നു. വിവാഹത്തിന്റെ ആദ്യ സമയങ്ങളിൽ IPCയുടെ തന്നെ മല്ലപ്പള്ളി സെന്ററിന്റെ 2 സഭകളിൽ, ചുങ്കപ്പാറയും പയ്യപ്പാടി കോട്ടയത്തിനകത്ത്, ഈ 2 സഭകളിൽ 5 വർഷക്കാലം കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. എന്നാൽ പയ്യപ്പാടി ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 3-ാം വർഷത്തെ ട്രാൻസ്ഫറിന്റെ സമയമായി. ആ സമയത്തിലേക്ക് എത്തുമ്പോൾ ദൈവാലോചന ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിളി വരും, അതിനനുസരിച്ച് നിങ്ങൾ പൊക്കോണം, മറ്റ് യാതൊന്നും നിങ്ങൾ നോക്കരുതെന്ന് ദൈവത്തിന്റെ ആലോചന ഞങ്ങളോട് അറിയിച്ചു. എൻ്റെ ഇളയ മോൻ 5 മാസം പ്രായമുള്ളപ്പോഴാണ് 2017 ഞങ്ങൾ ബോംബെ പട്ടണത്തിലേക്ക് വരുന്നത്. ദൈവം അങ്ങനെ ഒരു അവസരം തന്നു. 2017 മെയ് മാസത്തില് ഞങ്ങൾക്കൊരു കോൾ വന്നു 2017 ജനുവരിയിൽ ഇവിടേക്ക് മഹാരാഷ്ട്രയിൽ IPCയുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ വരാനായിട്ട്. മറ്റൊന്നും നോക്കാതെ, എനിക്ക് കുഞ്ഞ് ജനിച്ച 1 മാസമേ ആയുള്ളൂ. ഡിസംബറിലാണ് കുഞ്ഞ് മോനുണ്ടാവുന്നത്. കുഞ്ഞ് ജനിച്ച 1 മാസമായപ്പോഴാണ് ഈ ഒരു വിളി ഞങ്ങൾക്ക് വരുന്നത്. സാഹചര്യങ്ങളെയോ മറ്റൊന്നിനെയും ഞങ്ങൾ നോക്കാതെ കർത്താവിന്റെ ആലോചന ഞങ്ങളുടെ മുൻപിലുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ദൈവഹിതത്തിനായി ഞങ്ങളെ സമർപ്പിച്ച് 2017 ബോംബെയിൽ ഡോംബൊലിയിലുള്ള IPC സഭയുടെ, ഡോംബൊലിയിൽ പല IPC സഭകളുണ്ട്, അതിലൊരു സഭയുടെ ശുശ്രൂഷകരായിട്ട് വരുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ജീവിതത്തിൽ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മെ സമർപ്പിക്കുക. നമുക്ക് ഒത്തിരി തടസ്സങ്ങൾ വരും, ഒത്തിരി ഹിൻഡ്രൻസസ് വരും. എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ എന്തിന്
നാട്ടിൽ നിന്നും പോകും. സേഫ് സോണിലാണ് നിങ്ങൾ. നാട്ടിലെല്ലാ സാഹചര്യവും ഞങ്ങൾക്കുണ്ട്. ദൈവവചന ബൈബിൾ സ്കൂളുകൾ ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ രീതിയിലും വളരെ സന്തോഷത്തോടുകൂടി ആത്മീയ ശുശ്രൂഷകൾ നാട്ടിലേതും നോർത്ത് ഇന്ത്യയിലും കുറച്ച് വ്യത്യസ്തമാണ്. പല കാര്യങ്ങളിലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ കർത്താവിന്റെ ദാസൻ ഇൻവോൾവ് ആയിരുന്നു, ഞാനും ഇൻവോൾവ് ആയിരുന്നു. അതെല്ലാം വിട്ടിട്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവ് ഞങ്ങൾക്ക് തന്ന ദർശനത്തിനനുസരിച്ച് നോർത്ത് ഇന്ത്യയിൽ വരുവാനായിട്ട് ദൈവം സഹായിച്ചു. തികച്ചും ഞാൻ എങ്ങനെയാണോ സെമിനാരിൽ വെച്ച് ആഗ്രഹിച്ചത് അങ്ങനെ ഒരു സഭയിലേക്കാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. മലയാളികൾ തീരെ കുറച്ച് പേര്, 3 ഫാമിലി, ബാക്കി മുഴുവൻ ഹിന്ദിക്കാരും മാത്രമുള്ള ഒരു ചർച്ചിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഹിന്ദിയൊന്നും അറിയത്തൊന്നുമില്ല, ഒന്നും അറിയത്തില്ല. പാടാനോ പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും ഹിന്ദിയിൽ ഒരു ഗ്രാഹ്യവുമില്ല. ഈവൻ സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ആ സമയത്തേക്ക് ദൈവം ഞങ്ങളെ ആ സമയം ദൈവം ഞങ്ങളെ അവിടെ കൊണ്ടുവന്നത് കൊണ്ട് കർത്താവിന്റെ ആ ഒരു പദ്ധതിയിൽ നിൽക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. സത്യം പറഞ്ഞാൽ ഹിന്ദിക്കാരുള്ള ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം, ഇവരോട് എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ആദ്യത്തെ മാസം മാത്രമേ ഞങ്ങളുടെ സഭയിലെ സെക്രട്ടറി എന്ന് പറയാൻ അച്ഛൻ ഞങ്ങളുടെ കൂടെ എല്ലായിടത്തും വിസിറ്റിങ്ങിന് വന്നുള്ളൂ. പിറ്റേ മാസം മുതൽ എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ വിസിറ്റിങ്ങിന് പോകുവാനും അവരോട് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. കഴിവില്ലാത്തവരെ, ഒന്നും അറിയാത്തവരെ അറിവുള്ളവരാക്കി തീർക്കുന്നവരാണല്ലോ നമ്മുടെ ദൈവം. അങ്ങനെ അവിടെ 6 വർഷക്കാലം കർത്താവിന്റെ വേലിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷമാണ് ഈ ഔറംഗാബാദ് പട്ടണത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. എന്നാലും ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴുള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് ഫോക്കസ് ചെയ്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2019 നവംബർ മാസത്തിൽ, നവംബർ മാസം ആദ്യത്തെ ആഴ്ച ഞങ്ങൾക്ക് വിശാഖപട്ടണത്തെ ഒരാഴ്ചത്തെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ മുഴ കാണുന്നത്. എന്നാൽ അത് മുഖാന്തരം എനിക്കൊരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ വേദനയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ശരീരത്തിൽ കാണാത്തത് കൊണ്ട് അത്ര കാര്യമാക്കിയില്ല. ഞങ്ങൾ തിരിച്ച് ബോംബെക്ക് വന്നു. എന്നിട്ടും അത് എൻ്റെ ശരീരത്തിൽ നിന്ന് മാറാത്തത് കൊണ്ട് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നവംബർ മാസം അവസാന ആഴ്ചയിൽ ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. അദ്ദേഹം അത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു ബയോപ്സി ഇപ്പൊ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ബയോപ്സിക്ക് നിർദ്ദേശിച്ചു. 2019 നവംബർ മാസം 30 വരുന്ന റിപ്പോർട്ട്, ബയോപ്സി റിപ്പോർട്ട് ഞാൻ കണ്ട അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയ മുഴ ക്യാൻസർ പോസിറ്റീവാണ് എന്നുള്ളത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പകച്ചുപോയ ഒരു സമയമായിരുന്നു. നവംബർ 30 എന്ന് പറയുമ്പോൾ അന്നൊരു ഫ്രൈഡേ ആയിരുന്നു. ഞങ്ങൾ ഹോളിൽ പ്രാർത്ഥനയ്ക്കായിട്ട്, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായിട്ട് പോയി പ്രാർത്ഥിച്ച് ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു വചനഭാഗമാണ് ഇരമ്യാ പ്രവചനം 18-ാം അധ്യായം. കർത്താവ് എന്നോട് വളരെ വളരെ ശക്തമായിട്ട് ആ വചനത്തിൽ കൂടി സംസാരിച്ചു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വചനഭാവമാണ്. ഞാനതൊന്നും തുറന്നു നോക്കിയില്ല, ഞാനതൊന്നും എടുത്തില്ല. നമുക്കെല്ലാവർക്കും ബൈഹാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ മനഃപ്പാടമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. എന്നാലേ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വന്നപ്പോഴാണ്, ഞാൻ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട്സ് എൻ്റെ വിവരം അറിയുന്നത്. ഞാൻ മാനസികമായിട്ട് വളരെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്നറിയാൻ കഴിയാതെ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന സന്ദർഭമായിരുന്നു. എന്നാൽ ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ കഴിഞ്ഞ് സൺഡേയിൽ ആരാധനയ്ക്ക് ഞങ്ങൾ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം എന്നെ പിന്നെയും ഓർപ്പിച്ചു. അപ്പോൾ എല്ലാവരും മാനസികമായിട്ട് വളരെ ഭാരം, എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞു. അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട്, സഭയിലുള്ള എല്ലാവരും വളരെ കണ്ണുനീരോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മീയ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത രീതിയിൽ മനസ്സിന് എല്ലാവർക്കും വളരെ ഭാരം ഈ ഒരു വാർത്ത കേട്ടു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു ആ വചനത്തിൽ കൂടി. ഞാൻ വേഗം ആ വചനം തുറന്ന് വായിച്ചു. അപ്പോൾ ഈ ഫ്രൈഡേ ഈ ഹോളിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ച വചനം ഞാൻ മറന്നുപോയി. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമോ ഫ്രൈഡേ സാറ്റർഡേ ഇതെല്ലാം ഇത് എൻ്റെ മൈൻഡിനെ ഫുൾ പോയി. അതിന് പിന്നെയും സൺഡേയിൽ ഹോളി വന്നിരുന്നപ്പോഴാണ് പെട്ടെന്ന് ദൈവാത്മാവ് ഇതെന്നെ ഓർപ്പിച്ചത്. ഞാൻ ആ ഭാഗം എടുത്ത് വായിച്ചിട്ട് സാക്ഷ്യത്തിന് സമയം നിന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നൊരു വചനമാണിത്. നമുക്കൊക്കെ അറിയാവുന്ന വചനം, പക്ഷെങ്കിൽ കുശവന്റെ കരങ്ങളിൽ, നല്ല കുശവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഈ ഒരു രോഗത്തിൽ കൂടി ഞാൻ കടന്നു പോകുവാൻ ദൈവത്തിന് പദ്ധതിയെങ്കിൽ ദൈവം എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണോ കർത്താവിന് പദ്ധതിക്ക് അനുസരിച്ച് ഞാൻ രൂപപ്പെടേണ്ടത്, അത് അങ്ങനെ ഒരു രൂപാന്തരത്തിനായി ഞാൻ എന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. ദൈവത്തിന്റെ കരങ്ങൾ ഒരു പണിക്കായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ദൈവകരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ദൈവം എന്നെ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്.
ഞാൻ എൻ്റെ മാന്യ പ്രേക്ഷകരോട് അത് നിങ്ങളുടെ ആത്മീയ ആ, ആത്മീയ വളർച്ചയ്ക്കായി അല്ലെങ്കിൽ ആത്മീയത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാനത് പറയുവാനായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. ചില പ്രതിസന്ധികൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാറിപ്പോകും. ചില പ്രതിസന്ധികൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാറിപ്പോകത്തില്ല. ചില പ്രതിസന്ധികൾ എത്ര പ്രാർത്ഥിച്ചാലും നാം അതിൽ കൂടി കടന്നുപോയേ മതിയാവും. നാം അതിൽ കൂടി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരു ഗോയിങ് പ്രോസസ്സ് പോലെ ചില മാസങ്ങളായി ചില വർഷങ്ങളായി നമ്മൾ ആ പ്രതിസന്ധികൾ, മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുക. അപ്പോൾ പല ആവർത്തി നമ്മൾ അതിനുമേൽ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒക്കെ ചെയ്തിട്ടും അതിന്മേൽ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു വിടുതലോ ആ പ്രതിസന്ധി മാറിപ്പോയി നമ്മളൊന്ന് ഫ്രീ ആകുന്ന അനുഭവമോ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ദൈവം ഈ ഒരു കഷ്ടത്തിൽ കൂടി പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്. എനിക്ക് രോഗം വരുന്നതിന് ചില മാസങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ആത്മാവ് അച്ഛനെ വളരെ കറക്റ്റായിട്ട് ദർശനം കാണിച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു രോഗത്തിൽ കൂടി കടന്നു പോകുന്നത്. അന്നു മുതൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് കുടുംബമായി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, മാരകമായ രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം, പരിപാലിക്കണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പൊ ചില മാസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ ഒരു രോഗത്തിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന് എന്തോ പദ്ധതിയുണ്ട്. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തോ പണി ചെയ്യുവാനായിട്ടുണ്ട്. അതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, മാന്യ പ്രേക്ഷകരോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും അല്ല, പല രീതികളിൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. പിശാച് നമ്മളെ തകർക്കാനായിട്ട് കൊണ്ടിടും. നാം അതിനെ ആത്മാവിൽ ജയിച്ചേ പറ്റത്തുള്ളൂ. അല്ല, കർത്താവ് നമ്മെ രൂപപ്പെടുത്തുവാനായിട്ട് ചില പ്രതിസന്ധികൾ കൊണ്ടിടും. കർത്താവ് നമ്മെ ചിലത് പഠിപ്പിക്കുവാനായിട്ട് വരും. നമ്മുടെ വിശ്വാസം ഉണ്ടോ എന്ന് ശോധന ചെയ്യുവാനായിട്ട് വരും. പല രീതിയിലുള്ള പ്രതിസന്ധികൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കണം. പക്ഷെങ്കിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ടും അത് മാറുന്നില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അതിൽ കൂടി ദൈവത്തിന് നമ്മെ ചിലത് പഠിപ്പിക്കാനുണ്ട്, ദൈവത്തിന് നമ്മെ പണിയാനുണ്ട്, കർത്താവിനെ നമ്മെ രൂപപ്പെടുത്താനുണ്ട്. നാം അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. നമ്മളെല്ലാം സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? കർത്താവെ, ഈ പ്രതിസന്ധി മാറണമേ, ഈ കഷ്ടം മാറണമേ, ഞാനിത് സഹിച്ചു മടുത്തു, അല്ലേ? നമ്മളിങ്ങനെ അതിനോട് നമ്മുടെ നെഗറ്റീവായിട്ടാണ് നമ്മൾ അതിനോട് എപ്പോഴും പ്രതികരിക്കുന്നത്. ഒരിക്കലും നാം പോസിറ്റീവായിട്ട്, കാരണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല ഇത് സഫർ ചെയ്യാനായിട്ട്. ഈ രോഗമോ പ്രതിസന്ധിയോ മാനസിക ഇതൊന്നും സഫറിങ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എനിഹൗ ഇതൊന്നും മാറിപ്പോകാൻ വേണ്ടി വളരെ വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ചില പ്രതിസന്ധികൾ എല്ലാം അല്ല കേട്ടോ, തെറ്റിദ്ധരിച്ചു പോകരുത്. എന്നാൽ ചിലതിനെ നാം അതിനെ ആത്മാവിൽ മനസ്സിലാക്കി ദൈവവൈതൽ എന്ന നിലയിൽ ഓരോ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ദൈവം കൃപ തരും. നാം അതിനെ മനസ്സിലാക്കി അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. കർത്താവെ, ഈ ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നെങ്കിൽ അതിൽ കൂടി ദൈവം എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരുവാൻ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പണ മനോഭാവത്തോടുകൂടി നാം ദൈവവാദത്തിൽ ചില വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമെന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് അതിൽ കൂടി ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ നാം ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് ആയിത്തീരുക എന്നുള്ളത് ദൈവസന്നിധിയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്നത്. പ്രതികൂലങ്ങളിൽ വല്ലാതെ ഭാരപ്പെട്ടും വല്ലാതെ തളർന്നും വല്ലാതെ നിരാശപ്പെട്ടും നാം പോകരുത്. കർത്താവിൽ സമർപ്പിക്കുക. ദൈവത്തിന്റെ പദ്ധതി പോലെ കർത്താവ് നമ്മെ പണിയും. അത് ദൈവം എന്നെ മനസ്സിലാക്കി തന്ന ഒരു വലിയ ആത്മീയ പാഠമായിരുന്നു. അതിനുശേഷം ഞങ്ങള് വളരെ കൺഫ്യൂസ്ഡ് ആയി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും നാട്ടിൽ നിന്ന് എല്ലാവരും ഫോൺ വിളിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതുകൊണ്ട് എല്ലാം വിട്ടിട്ട് നിങ്ങൾ നാട്ടിൽ വാ. എല്ലാവരും ഞങ്ങളോട് ഇതാ പറഞ്ഞു. വരുന്ന ഫോൺ കോളുകൾക്കെല്ലാം ഞങ്ങൾക്ക് ഈ ഒരു വാർത്ത മാത്രമേ കേൾക്കാൻ, നാട്ടിൽ വാ, നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാം. അവിടെ ആരാ ഉള്ളേ, ഭാഷ അറിയാമോ, ഒന്നും അറിയത്തില്ല. നമ്മൾ ദൈവമക്കളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെന്റ്, ഇതിനൊന്നും നമുക്കൊരു ഭാഷയുടെ നൈപുണ്യം നമുക്കില്ല. മാനസികമായിട്ട് നമുക്ക് എല്ലാം പരിമിതികളും പ്രതികൂലങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ ആ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഒരാഴ്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്ത് തീരുമാനം എടുക്കണം എന്നറിയാൻ കഴിയുന്നില്ല. നാട്ടിൽ പോകണം, ഇവിടെ നിൽക്കണം, ബോംബെയിൽ നിൽക്കണമോ, വല്ലാത്തൊരു മാനസിക പ്രതിസന്ധി, ഉറങ്ങുവാൻ കഴിയുന്നില്ല. രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിലും ഭയം, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ആകുലത, കുഞ്ഞുങ്ങൾ ചെറുത്, വല്ലാത്തൊരു മാനസിക ഭാരത്തിൽ ഞങ്ങൾ ചില ദിവസങ്ങളായിരുന്നു. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഇനി എന്ത് വന്നാലും, ഇനി ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നാട്ടിൽ പോകുന്നില്ല. ഈ രോഗത്തിന്റെ പേര് പറഞ്ഞ് ട്രീറ്റ്മെന്റിന് ഒന്നിനും, രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിനും ഞങ്ങൾ നാട്ടിൽ പോകുന്നില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തോ ആ സമയം മുതൽ ദൈവത്തിന്റെ വലിയ കരുണ ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയിൽ, ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ വലിയൊരു ഗ്രേസ്, കർത്താവിന്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ, ഗൈഡൻസ്, അതിനെന്താ പറയണ്ടേ,
ഏത് വാക്ക് അതിന് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കഷ്ടതയിൽ കരം പിടിച്ച് നടത്തുക, നമ്മൾ പാട്ട് പാടും, അന്ന് പറയുന്നത് പോലെയുള്ള അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് പിന്നീടുള്ള മാസങ്ങൾ അനുഭവിക്കുവാൻ കഴിഞ്ഞു. പിന്നെ പലരുടെയും അഭിപ്രായം എല്ലാവരും പ്രകാരം ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോകാനായിട്ട് റെഡിയായി. അങ്ങനെ മുംബൈയിലുള്ള ടാറ്റ ഹോസ്പിറ്റൽ, ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ മാത്രം നടക്കുന്ന ഹോസ്പിറ്റലാണ് ടാറ്റ. വേറെ ഒരു രോഗത്തിനും അവിടെ ട്രീറ്റ്മെന്റുകളില്ല. ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ രോഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതാണ് ടാറ്റ ഹോസ്പിറ്റൽ. അവിടേക്ക് പോകുവാനായിട്ട് ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല ഹോസ്പിറ്റലിൽ, പക്ഷെ ദൈവ വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരനെ, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനുമായിട്ട് പലരും മുഖാന്തരം ബന്ധമുണ്ടാകുവാനായിട്ടും അദ്ദേഹം മുഖാന്തരം അവിടെ ട്രീറ്റ്മെന്റിന് കടന്നുപോയി. അവിടെ ചെന്ന് ഡോക്ടറുടെ OPD ടെസ്റ്റ് എല്ലാം ചെയ്ത് റിപ്പോർട്ട്സ് ഒക്കെ വന്നു. കുറച്ച് സമയമെടുത്തു, 10-15 ദിവസങ്ങൾക്കകം ബാക്കി റിപ്പോർട്ട്സ് ഒക്കെ വന്നു. OPD ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കയറി. മാഡം എന്നോട് പറഞ്ഞു, നിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ രോഗം അതിന്റെ 3rd സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു, 3ാമത്തെ സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു. മാഡം എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, ഇത്രയും യങ്ങർ ഏജിലായിട്ട് നീ ഇത്രയും എന്തിനു വെയിറ്റ് ചെയ്തു, ഈ രോഗം ഇത്രയും സിവിയർ ആയി പോകുവാനായിട്ട് നീ ഇത്രയും എന്തിനു വേണ്ടി സമയം കളഞ്ഞു എന്ന് ചോദിച്ച് മാഡം എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പക്ഷെങ്കിൽ നോയിങ്ലി ഓർ അൺനോയിങ്ലി അങ്ങനെ ഹാപ്പൻഡ് ആയിപ്പോയി. ഒരു മാസത്തിനകം ഞങ്ങൾ ഇതെല്ലാം ചെയ്തുവെങ്കിൽ പോലും വൈദ്യശാസ്ത്രത്തിന് കണക്കൂട്ടലിൽ സമയം കുറച്ച് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ അവരെനിക്ക് നിർദ്ദേശിച്ചു. പലവിധമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവരെന്നോട് പറഞ്ഞു, കുറച്ച് സമയമെടുക്കും, ഈ പല ട്രീറ്റ്മെന്റുകൾ ഇത് കുറച്ച് കൂടിപ്പോയത് കൊണ്ട് പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് നീ വിധേയായി തീരണം, കാര്യങ്ങളൊക്കെയും അവർ സംസാരിച്ചു. ഞാൻ ആ OPDയിൽ നിന്നും വെളിയിലിറങ്ങി. ഹൃദയത്തിന് വളരെ ഭാരം തോന്നി. കർത്താവ് ഇത് ഇത്രയും ആയിപ്പോയോ എന്ന് ചിന്തിച്ചു പോയി. എന്നാൽ ഞാൻ ആ OPDയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനഭാഗമാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, സങ്കീർത്തനങ്ങൾ 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ആ വചനഭാഗം എനിക്ക് വളരെ ധൈര്യം തന്നു. നമുക്കൊക്കെ അറിയാവുന്നതാണ്, പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്, നാം കേട്ടിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുക എന്ന് പറയുമ്പോൾ, വചനം നമ്മളിൽ ശക്തമായി ക്രിയ ചെയ്യുക, വചനത്തിന്റെ ശക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഈ രോഗത്തിന്റെ അവസ്ഥയിൽ ഒത്തിരി കൂടി മനസ്സിലാക്കുവാനായിട്ട് പറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാസ്റ്റർ വളരെ ജനിച്ചു, ഈ പാഴ്സനേജ് വളർന്നു, ഒത്തിരി ആത്മീയ അനുഭവങ്ങളൊക്കെ ദൈവം ചെറിയ പ്രായത്തിൽ എനിക്ക് തന്നു. പക്ഷെ അതിലൊന്നും മനസ്സിലാകാതിരുന്ന, അതിലൊന്നും എനിക്ക് അനുഭവിക്കുവാൻ കഴിയാതിരുന്ന പ്രത്യേകമായിട്ടുള്ള ദൈവത്തിന്റെ പല അനുഭവങ്ങളും, ദൈവത്തിന്റെ പല ഇടപെടലുകളും ഈ രോഗാവസ്ഥയിൽ കർത്താവ് എനിക്ക് തന്നു. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള കരുണ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് പറയുമ്പോൾ, കഷ്ടങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ എല്ലാവരും കാണും, ഒരുപക്ഷെ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. ഇനി ആരെല്ലാം ഉണ്ടെങ്കിലും, ആരെല്ലാം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, വചനം എന്താണ് പറയുന്നത്? ഏറ്റവും അടുത്ത തുണ. തക്ക തുണ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ദൈവം തരുന്ന ഭാര്യ, ഭർത്താവ്. ദൈവം എനിക്ക് കൂട്ടായി തന്ന ദൈവദാസൻ തക്ക തുണയായിട്ട് തന്നെ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ അവസ്ഥയിലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും അദ്ദേഹം എന്നെ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എത്ര ക്ഷീണാവസ്ഥയിലായിരുന്നപ്പോഴും ദൈവദാസനും പ്രിയപിതാവുമാണ് ചെയ്തത്. ഇതെല്ലാം അവർ ചെയ്തിട്ടും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെങ്കിൽ ഏറ്റവും അടുത്ത തുണ എന്ന് പറയുമ്പോൾ അതിന് യാതൊരു പരിമിതികളുമില്ല. അത് നമ്മുടെ കർത്താവാണ്. ഒരു പരിമിതികളും ഒരു പരാധീനതകളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മെ സഹായിക്കുന്ന ആ കർത്താവിന്റെ കരുണയുടെ കരം ജീവിതത്തിലുടനീളം ഈ രോഗത്തിന്റെ അനുഭവിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ വചനം എന്നെ വളരെ ശക്തിപ്പെടുത്തി, ആ വചനം എന്നെ വളരെ ബലപ്പെടുത്തി. പിന്നെ പ്രിയപ്പെട്ടവർ പറയട്ടെ, 17-18 മാസങ്ങൾ നീണ്ട പല ട്രീറ്റ്മെന്റുകൾക്കും ഞാൻ വിധേയായിരുന്നു. അതെല്ലാം ഒന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏകദേശം ഒരു 29 കീമോതെറാപ്പിയും 20 റേഡിയേഷൻസ്, പിന്നെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് 2 സർജറി, ഇതിലൊക്കെ ഞാൻ വിധേയായി തീർന്നു. ഈ 17-18 മാസം നീണ്ട ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് കൊണ്ട് അത് തീർന്നു, അല്ലെ ഒരു 10 സെക്കൻഡ് കൊണ്ട് അത് തീർന്നെങ്കിലും അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് വർണ്ണനാതീതമാണ്. പക്ഷെ ആ സമയങ്ങളിലൊക്കെയും ദൈവം ശക്തീകരിച്ചു, കർത്താവ് ബലപ്പെടുത്തി, ദൈവം താങ്ങി നടത്തി. ഇതൊക്കെ മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഞാൻ സർജറി 2000 അപ്പോഴത്തേക്കും കോവിഡായി. എൻ്റെ ഫസ്റ്റ് സൈക്കിൾ കീമോ കഴിഞ്ഞപ്പോഴത്തേക്കും
കോവിഡിന്റെ പ്രയാസമായി വളരെ ബുദ്ധിമുട്ട്. എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പാർക്കുന്ന കല്യാണ്ടോമ്പൂലിൽ ഡെയിലി കേസസ് 2000, 2500 ഒക്കെ വരികയാണ്. എല്ലാം ലോക്ക്ഡൌൺ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. രോഗം മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോകും. സിവിയർ ആയിട്ടുള്ള കോവിഡിന്റെ പീക്ക് ടൈമിലാണ് എന്റെ സർജറി ഒക്കെ നടന്നത്. അതിലൊക്കെ ദൈവത്തിന് വലിയ കരം അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. ആരും സഹായിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതുപോലെയുള്ള പല അനുഭവങ്ങൾ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ചുണ്ട്. മാനുഷികമായ സഹായത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. സർജറിക്ക് ശേഷം എന്റെ ഹൈ ഡോസ് കീമോ അവരെനിക്ക് തന്നു. വളരെ ഹൈ ആയിട്ട്. വളരെ ഹൈ എന്ന് പറയുമ്പോൾ പരസഹായം കൂടാതെ നമുക്ക് ബെഡിൽ എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. സ്വന്തമായിട്ടുള്ള ഒരു കാര്യം പോലും, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒറ്റ കാര്യം പോലും എനിക്ക് എന്റെ ആരോഗ്യത്തോടെ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഞാൻ ഒന്നെങ്കിൽ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെ പപ്പായെ ഡിപ്പെൻഡ് ചെയ്യണം. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വോമിറ്റിംഗ് ഭയങ്കരമായിട്ട്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കട്ടിൽ മാത്രം ആശ്രയിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രണ്ടാമത്തെ സൈക്കിൾ കീമോ കഴിഞ്ഞു. 2020 ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴേക്കും കോവിഡ് ഭയങ്കരമായിട്ടും കൂടി നിൽക്കുന്ന സമയം 2020. സെക്കൻഡ് സൈക്കിൾ കീമോ കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വിശ്രമിക്കും. 2, 3, 4 ദിവസമായി. എനിക്ക് ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ഹൈ ഫീവർ എനിക്കുണ്ടായി. പ്രഭാതം മുതൽ എനിക്ക് അതികഠിനമായ പനി. ഞാൻ ഡോക്ടറെ വിളിച്ച്, നമ്മൾ ഈ കീമോതെറാപ്പി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് വേറെ മെഡിസിൻസ് ഒന്നും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുവാൻ കഴിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ ഒരു വൈകുന്നേരമായപ്പോൾ വിളിച്ചു. പനി കുറയുന്നില്ല, എന്റെ ശാരീരിക അസ്വസ്ഥതകൾ കൂടുന്ന നിമിത്തം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ രാവിലെ വന്ന് നീ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രഭാതം മുതൽ ഈ പനിയുണ്ട്, അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും കോവിഡ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ ആരും പോയില്ല. ബോംബെയിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ എനിക്കറിയില്ല എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന്. വളരെ പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. ഒരു ബെഡ്റൂമും ചെറിയൊരു ഹോളും കിച്ചണില്. ഭർത്താവിന്റെ ദാസിന്റെ പപ്പ, അച്ഛന്, കുഞ്ഞുങ്ങള്, ഞങ്ങൾ ഇത്രയും പേരാണ് ആ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കോവിഡ് എന്ന് ഡോക്ടർ വായിൽ നിന്ന് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും. അങ്ങനെ ഒരു രോഗമുണ്ട്, ചുറ്റുപാടും എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് അതാണോ എന്ന് സംശയിച്ചു പോയത് ഡോക്ടറുടെ വായിൽ നിന്നും കേട്ട ആ വാക്കിന് പുറത്താണ്. വളരെ ഭാരം മാനസികമായിട്ട് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും വളരെ ഡൗൺ ആയിപ്പോയി. ഡോക്ടറുടെ അദ്ദേഹം കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, വേറെ ഒന്നും പറഞ്ഞില്ല. നാളെ രാവിലെ ഒന്ന് നീ കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും അപ്സെറ്റ് ആയിപ്പോയി. അപ്പോഴാണ് കോവിഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ്. എന്റെ കൊച്ചു മോൻ എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. എനിക്ക് എത്ര വയ്യെങ്കിലും അവൻ എൻ്റെ കൂടെ കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ രോഗം വന്നോ, വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിൽ ഞങ്ങൾ എല്ലാവരുമായി. എനിക്കാണെങ്കിൽ അതികഠിനമായ പനി. ആ സന്ധ്യാവേളയിൽ ഞാൻ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ ക്ഷീണിതയായി ബെഡിൽ വിശ്രമിക്കും. ഹൃദയത്തിൽ വളരെ ഭാരം. കർത്താവേ, നമ്മൾ അന്നേരം TV വെച്ചാൽ കേൾക്കുന്ന ന്യൂസ് ഇതാണ്. എന്ത്? ക്യാൻസർ പേഷ്യന്റ്, കീമോ ചെയ്തിരുന്ന ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ പേഷ്യൻസ് ഒക്കെ എന്ത് ചെയ്തു? കോവിഡ് വന്ന് മരിക്കുന്നു. എല്ലാ ന്യൂസിലും, നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്ത ഇതാണ്. വളരെ ഭാരമായി. ഈ ചിന്തകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്ധ്യയെങ്കിൽ ഞാൻ ബെഡിൽ വിശ്രമിക്കുകയാണ്. ഹൃദയത്തിൽ ഭാരമുള്ളവളായി, ശരീരത്തിൽ ക്ഷീണതയായി ഞാൻ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഞാൻ ഇത്രയും ക്ഷീണതയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു രോഗവും കൂടെ വന്നാൽ, ഈ ഒരു പകർച്ചവ്യാധിയും കൂടെ എന്നെ പിടിച്ചാൽ എന്താണ് എൻ്റെ അനുഭവം? ഞാൻ എന്തായിത്തീരും? മുന്നോട്ട് എന്തായിത്തീരുമെന്ന് ഓർത്ത് ഞാൻ വളരെ ഭാരം അനുഭവിച്ചിങ്ങനെ കിടക്കുമ്പോൾ ആ സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് 18-ാം സങ്കീർത്തനം, ഇങ്ങനെ മാത്രമേ ദൈവം എന്നോട് സംസാരിച്ചുള്ളൂ. 18-ാം സങ്കീർത്തനം. എനിക്ക് ആ 18-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ, കുറച്ചൊക്കെ ഭാഗങ്ങൾ ബൈ ഹാർട്ടായിരുന്നു. ഞാൻ ആ സങ്കീർത്തനം എടുത്ത് വായിക്കാനൊന്നും ഉള്ള ഒരു മാനസികാവസ്ഥയുമില്ല, ശാരീരിക സൗഖ്യവുമില്ല. എന്നാൽ ഞാൻ എനിക്കറിയാവുന്ന വാക്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഉരുവിട്ട ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അതിന്റെ 16ഉം 17ഉം വാക്യങ്ങൾ എത്തിയപ്പോഴേക്കും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് ആ 2 വചനത്തിൽ കൂടി സംസാരിച്ചു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ഈ 2 വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഇടിനാദം പോലെ ഈ 18-ാം സങ്കീർത്തനത്തിൽ ഈ 2 വചനഭാഗങ്ങൾ ഞാനിങ്ങനെ ബൈഹാർട്ട് ഈ ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ വചനഭാഗങ്ങൾ എത്തിയപ്പോഴേക്കും ദൈവാത്മാവ് എന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നത് പോലെ കർത്താവ് എന്നോട് ആ വചനത്തെ കൂടി സംസാരിച്ചു. ആവർത്തിച്ച് ദൈവാത്മാവ് വചനം എന്നോട് ഇടപെട്ടു. എനിക്ക് ആ വചനം കിട്ടിയപ്പോൾ മനസ്സിലായി, ഒരു പക്ഷേ എന്റെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കും, എങ്കിലും കർത്താവിന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതയാണ്.
ഉയരത്തിലെ കരം എന്റെ സഹായത്തിനായി, എന്നെ രക്ഷിക്കാനായിട്ട് ഉണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ആ സന്ധ്യയെങ്കിൽ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ. അവരെന്നിലും ബലമേറിയവരായിരുന്നു. ആ വചനം ദൈവമേ എനിക്ക് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരുപക്ഷെ ഇനിയും കോവിഡ് പോസിറ്റീവ് ആയിരിക്കും, സിറ്റുവേഷൻസ് അല്പം കൂടി മോശമാകുമായിരിക്കും, എങ്കിലും ഉയരത്തിലെ കരം മറ്റാർക്കും രക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, മറ്റാർക്കും വിടുവിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, സ്തോത്രം, മറ്റാർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഉയരത്തിലെ ആ കരം എന്റെ രക്ഷയ്ക്കായുണ്ട് എന്നുള്ള ആ ഒരു വചനത്തിന്റെ ശക്തി ദൈവാത്മാവ് ആ സന്ധിയെങ്കിൽ എന്റെ ഹൃദയത്തിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മാന്യ പ്രേക്ഷകരോട്, കർത്താവിന്റെ ദാസനോട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, പെരുവെള്ളത്തിന്റെ അനുഭവങ്ങൾ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളാണെങ്കിലും നാം ആകുലപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ആ കരം നമ്മെ രക്ഷിക്കും. അത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. സ്തോത്രം. അങ്ങനെ ആ വചനം കർത്താവ് സംസാരിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു കോവിഡ് പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മൾ ലോകത്തിലല്ല ജീവിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം എനിക്ക് സിവിയർ ആയിട്ടുള്ള ഫീവറാണ്. പനി എന്ത് വന്നാലും കുറയുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ പ്രിപ്പയർഡ് ആയിട്ടാണ് തന്നെ ഹോസ്പിറ്റലിൽ പോയത്. കോവിഡില് ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് വന്നു, കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നു. കോവിഡ് പോസിറ്റീവ് ആണെന്ന് പിറ്റേ ദിവസം രാത്രി റിപ്പോർട്ട് വരുമ്പോൾ എൻ്റെ സഹോദരൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, നീ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ നീ റിപ്പോർട്ട് വന്നല്ലോ, നിന്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്നോട് എൻ്റെ വാത്സല്യ സഹോദരൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചിട്ടില്ല, കർത്താവാണ് എന്നെ നടത്തുന്നത് എന്ന് ഞാൻ എൻ്റെ സഹോദരനോട് പറയുവാനിടയായിരുന്നു. എന്നോട് പറഞ്ഞു, എനിക്കത് കേട്ടാൽ മതി, എൻ്റെ ഇളയതാണ് അവന്, എനിക്കത് കേട്ടാൽ മതി, നീ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ മുൻപോട്ട് പോയാൽ മതി എന്ന് സഹോദരനോട്. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനകളാണ് ഞങ്ങളെ ആ സമയങ്ങളിലൊക്കെ നിർത്തിയത്. അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള അനേക ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാനിടയാകാതെ, ഒരിക്കൽ പോലും സംശയിച്ചു പോകാനിടയാകാതെ കർത്താവ് നടത്തി. സ്തോത്രം. ദൈവത്തിന്റെ കരുതലുകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. ഞാനങ്ങനെ ഇത്രയും പറഞ്ഞപ്പം ചിന്തിച്ചു പോകരുത് ഈസി ആയിട്ട് കോവിഡിന്റെ സമയങ്ങൾ കഴിഞ്ഞു എന്ന്. ഒരിക്കലുമല്ല. ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് അതങ്ങ് ഈസി ആയിട്ട് കഴിഞ്ഞു പോകും, കർത്താവ് കൂടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതല്ല, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ലെന്നല്ല. എന്ത് പ്രശ്നം വന്നാലും, പ്രശ്നം എത്ര സിവിയർ ആയാലും അതിലൂടെയും ദൈവം നമ്മെ നടത്തുമെന്നാണ്, അതിൽ കൂടെയും ജയാളിയായി കർത്താവ് നമ്മെ അക്കരെ കൊണ്ട് എത്തിക്കുമെന്നാണ് ദൈവം തരുന്ന പല വചനത്തിന്റെയും അർത്ഥം. എനിക്ക് 3 ആഴ്ച പനി വന്നു, അതികഠിനമായ പനി. എത്ര പാരസെറ്റമോളും, ഞാൻ രാവിലെ 2 ഉച്ചയ്ക്ക് 2 വൈകിട്ട് 2. ഞാൻ ആ 3 ആഴ്ച കഴിച്ച് തീർത്ത പാരസെറ്റമോൾ സ്ട്രിപ്പ് ഒന്ന് എടുത്തു വെക്കാൻ, ഒന്ന് കൗണ്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു മാനസികാവസ്ഥ അന്ന്. പിന്നീട് ഞാൻ പലയിടത്തും സാക്ഷി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എത്ര പാരസെറ്റമോൾ ഞാൻ കഴിച്ചു തീർത്തു എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത്രയ്ക്കോളം ഞാൻ കഴിച്ചു, എന്നിട്ടും എന്റെ ഫീവർ കുറയത്തില്ല. വൈകുന്നേരം ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ എല്ലാ ദിവസവും എന്നെ അദ്ദേഹം വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ രാവിലത്തെ ഫീവർ നമ്മൾ കൗണ്ട് ചെയ്യണം, വൈകിട്ടത്തെ ഫീവർ ടെമ്പറേച്ചർ കൗണ്ട് ചെയ്ത് വെക്കണം. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം എന്നെ വൈകിട്ട് വിളിക്കുമ്പോൾ എനിക്ക് എന്നും 100 above ഫീവർ, 99, 100, 100 ഇങ്ങനെ ഫീവറിന്റെ മീൻസ് ടെമ്പറേച്ചറിന്റെ ഡിഗ്രി ഇങ്ങനെ നിൽക്കുകയും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ലാസ്റ്റ് 1 വീക്കും നിനക്ക് ഫീവർ ആയിരുന്നു, അതുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റുകൾ ചെയ്യണം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. എൻ്റെ ദൈവത്തിന്റെ കാരണം എല്ലാ ടെസ്റ്റുകളും നോർമൽ. 2ാമത്തെ ആഴ്ചയും ഇതേ ആവർത്തനം. എനിക്ക് പനി കുറയത്തില്ല. 2ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴും അദ്ദേഹം വിളിച്ചു ഹോസ്പിറ്റലിൽ, ഞങ്ങൾ ഡാറ്റ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോകാനോ വേറൊരു ഡോക്ടറെ കാണാനോ ഒന്നും അനുവാദം ഞങ്ങളുടെ കീമോ ഡോക്ടർ തന്നിട്ടില്ല. കാരണം ഞാൻ അവരുടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ഹൈ ഡോസ് ആയിട്ടുള്ള കീമോതെറാപ്പി എനിക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പോകുവാൻ കഴിയൂ. 2ാമത്തെ ആഴ്ചയും വിളിച്ചു. ഞാൻ പനി കുറവില്ല, പല ടെസ്റ്റുകൾ ചെയ്തു, എല്ലാം നെഗറ്റീവാണ്. എന്നാൽ 3ാമത്തെ ആഴ്ചയായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനിയും നീ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല, നീ ഹോസ്പിറ്റലൈസ്ഡ് ആവണം, അഡ്മിറ്റ് ആയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3ാമത്തെ ആഴ്ചയിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, കാരണം കീമോയുടെ എഫക്റ്റ് കൊണ്ട് ഭയങ്കര വൊമിറ്റിങ്ങും ആയതാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പ്ലസ് കഴിക്കാനുള്ള ഒരു ആരോഗ്യവും, മാനസികമായിട്ട് ഒത്തിരി ഡൗൺ. നമ്മൾ വീട്ടിൽ ആരെയും കാണുന്നില്ല, ഹോസ്പിറ്റലല്ലേ. എൻ്റെ കൂടെ അവിടെ കിടക്കുന്നവരൊക്കെ കീമോ
പ്ലസ് കോവിഡ് പേഷ്യൻസ് ആണ്. അവരുടെ കൂടെ നാലാമതായിട്ട് 3 പേര് ഓൾറെഡി മാസങ്ങളായിട്ട് 1.5 മാസം 2 മാസം ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയവരുടെ കൂടെ ഞാനും അവിടെ അഡ്മിറ്റ്. 20ാമത്തെ ദിവസം 15ാം ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. 20ാമത്തെ ദിവസം രാത്രിയിൽ സന്ധ്യയെങ്കിൽ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, നാളെ കോവിഡ് ടെസ്റ്റ് ചെയ്യും, ഫസ്റ്റ് ടൈം നിന്റെ പോസിറ്റീവായിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്യുക. 21ാമത്തെ ദിവസമാണ് അവിടെ ടാറ്റ ഹോസ്പിറ്റലിൽ കോവിഡ് അന്നത്തെ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈം നിന്റെ കോവിഡ് ടെസ്റ്റ് ചെയ്യും, പിന്നെ ഞങ്ങൾ വേറൊരു ടെസ്റ്റും കൂടെ നിനക്ക് നടത്താനായിട്ട് ആഗ്രഹിക്കും. അപ്പൊ എനിക്ക് പനി അപ്പോഴും ഹോസ്പിറ്റലിലും എനിക്ക് ഫീവറാണ്. ഈ പനി കണ്ടിന്യൂസ് 10-20 ദിവസമായിട്ട് നിനക്ക് ഇങ്ങനെ ഹൈ ഫീവർ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ വേറൊരു ടെസ്റ്റും കൂടെ നിന്നെ വിധേയാക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 2 ടെസ്റ്റിന് വേണ്ടി നീ നാളെ രാവിലെ റെഡി ആയിരിക്കണം എന്നോട്. എന്റെ മനസ്സിന് വളരെ ഭാരം, സഹിക്കുവാൻ താങ്ങുവാൻ കഴിയാത്ത ഭാരം. ആരോടാ ഷെയർ ചെയ്യുന്നത്? ഭവനത്തിൽ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നവര് കുഞ്ഞുങ്ങളുമായി അവിടെ പാർക്കുമ്പം അവർക്ക് എത്ര മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആരോടാ പറയുന്നത്? എനിക്ക് വല്ലാത്ത ഭാരം ഹൃദയത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ ആ സന്ധ്യയെങ്കിൽ ബെഡിൽ വിശ്രമിക്കുക. ഒരു 6-6:30 ആയി കാണും. ഡോക്ടർ റൗൺസിന് വന്ന് പോയിട്ട് ഞാൻ ആ ബെഡിൽ ഇങ്ങനെ കിടന്നു. ഹൃദയത്തിൽ വളരെ ഭാരം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കർത്താവിന്റെ മേൽ അയച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയാൽ കർത്താവ് എന്നെ ആ ഹോസ്പിറ്റലിൽ കിടക്കയിൽ വെച്ച് നിറച്ചു. അന്യഭാഷകളിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചു. എന്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് അവർ വിചാരിച്ചു എനിക്ക് ഫീവറാന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പനി കൂടി എന്നെ വിറയ്ക്കുന്നതാണെന്ന് വിചാരിച്ച് അവരെല്ലാവരും എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറെ വിളിക്കാം, നിനക്ക് ഹൈ ഫീവർ ആണെന്ന് തോന്നുന്നു, നിന്നെ വല്ലാതെ ഷിവർ ചെയ്യുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഫീവർ ഇല്ല. അസാധാരണമായിട്ടുള്ള ദൈവശക്തിയാൽ എന്റെ ശരീരത്തിൽ വന്ന് എന്റെ മനുഷ്യരീരത്തിന് താങ്ങുവാൻ കഴിയാത്ത രീതിയിൽ ഞാൻ ദൈവസാന്നിധ്യം ആ ബെഡിൽ അനുഭവിച്ചു. ചില മിനിറ്റുകൾ ഞാൻ അന്യഭാഷയിൽ കർത്താവിനെ ഉറക്കെ നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, പക്ഷേ ചെറിയ സൗണ്ടിൽ, പക്ഷേ എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാൻ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ദൈവസാന്നിധ്യത്താൽ ഞാൻ ആ സന്ധ്യയിൽ ദൈവം എന്നോട് പറഞ്ഞു, നീ 1 ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കുടിക്കാൻ പറഞ്ഞു. ദൈവാത്മാവിനോട് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എന്നെ തോണ്ടി വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാനൊരു ക്രിസ്ത്യനാ, ഞാൻ പ്രാർത്ഥിച്ചതാ. അവർക്കൊന്നും ക്രിസ്ത്യൻ എന്തുവാ, പ്രാർത്ഥന എന്തുവാ ഒന്നും അറിയാൻ വയ്യാത്തവരുടെ നമ്മൾ ഇതൊന്നും കൂടുതൽ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ അതേ ദൈവസ്ഥാനത്തിൽ ചില മിനിറ്റുകൾ കൂടി കർത്താവിനെ ആരാധിച്ച ശേഷമായിട്ട് ദൈവാത്മാവിനോട് 1 ഗ്ലാസ് വെള്ളം എടുത്ത് നീ പ്രാർത്ഥിച്ചു, ഒറ്റയടിക്കല്ല, നമ്മൾ സാധാരണ പ്രാർത്ഥിച്ച് ഒറ്റയടിക്ക് നമ്മൾ കുടിക്കും, പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞു സിപ്പായിട്ട് നീ പ്രാർത്ഥിച്ചു കുടിക്കാൻ. ഞാൻ ആ 1 ഗ്ലാസ് വെള്ളം എടുത്ത്, ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് അന്യഭാഷയിൽ ആരാധിച്ച്, അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ച്, ഞാൻ ഓരോ സിപ്പ് കുടിച്ചും ചില മിനിറ്റുകൾ അന്യഭാഷയിൽ ആരാധിച്ചു. ഞാൻ അങ്ങനെ ഒരു 3/4 മണിക്കൂർ എടുത്ത് ആ വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു എന്നല്ല, അതിനേക്കാളും പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. ആ വെള്ളം എൻ്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ചെന്ന് അത് ദൈവത്തിന്റെ ശക്തിയായി സൗഖ്യമാക്കുന്ന യഹോവ റാഫ എന്ന് പറയുന്ന വചനത്തിന്റെ ശക്തി എൻ്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ചെന്ന് ആ സന്ധ്യയെങ്കിൽ കർത്താവ് എനിക്ക് അത്ഭുത സൗഖ്യം, കോവിഡിൽ നിന്ന് മാത്രമല്ല, ഞാൻ എന്നെ ബാധിച്ചിരുന്ന ക്യാൻസർ രോഗത്തിൽ നിന്ന് പോലും കർത്താവ് എനിക്ക് അത്ഭുത സൗഖ്യം തന്നെന്ന് ഞാൻ 100% ഈ പകലും വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഒക്കെ ഈ സമയങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട്. പിറ്റേ ദിവസം കോവിഡ് ടെസ്റ്റ് ചെയ്തു. അവർ എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തു. കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. എന്റെ പനി അന്ന് സന്ധ്യയെങ്കിൽ സൗഖ്യമായ പനിയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എനിക്ക് പനി വരുന്നത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. 2-2.5 വർഷം കഴിഞ്ഞ ശേഷമാണ് പിന്നെ എനിക്ക് ചെറിയ ഫീവർ പോലും വരും. അത്രത്തോളം കർത്താവിന്റെ അത്ഭുത സൗഖ്യം ആ സന്ധ്യയെങ്കിൽ ഞാൻ അനുഭവിക്കാനിടയായി. കോവിഡ് ടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം എന്റെ കോവിഡ് നെഗറ്റീവായി തീരുവാൻ ദൈവം സഹായിച്ചു. എന്റെ കൂടെ അവിടെ കിടക്കുന്നവരൊക്കെ 1.5 മാസമായിട്ടും 2 മാസമായിട്ടും ഒക്കെ അവിടെ അഡ്മിറ്റ് ആയവരുടെ അടുത്താണ് ഞാനും ഈ 5 ദിവസം കിടന്നത്. പക്ഷെങ്കിൽ അവരിൽ നിന്നും കർത്താവ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, അവർക്കും രോഗം, അവർക്കും ക്യാൻസർ, ദൈവത്തെ അറിയുന്ന എനിക്കും ക്യാൻസർ, അവർക്കും കോവിഡ്, എനിക്കും കോവിഡ്, പക്ഷെ നമ്മളെ കർത്താവ് അതിൽ വ്യത്യസ്തരാക്കുന്ന ഘടകങ്ങൾ ഇതാണ്. സ്തോത്രം. ലോക ജനതയ്ക്ക് വരുന്നത് പോലെയുള്ള പ്രയാസങ്ങൾ നമുക്കും വരും. കർത്താവിനെ അറിയാത്തവർക്കുള്ള പോകുന്ന പ്രയാസങ്ങൾ നമുക്കും വരും. പക്ഷെ നമ്മളെ അതിൽ കർത്താവ് വ്യത്യസ്തമാക്കുന്ന മേഖലകൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ അത്ഭുത സൗഖ്യം കർത്താവ് എനിക്ക് തന്നു. ഈ സഹോദരങ്ങൾ അവർക്കൊക്കെ വലിയ സന്തോഷം. കൊച്ചു പിള്ളേരാണ്, എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞവരാണ് ക്യാൻസർ രോഗികളായി അവിടെ അഡ്മിറ്റ് ആയത്. അവർക്കൊക്കെ വലിയ സന്തോഷം. ഒരാൾക്കെങ്കിലും കോവിഡ് വാർഡിൽ നിന്ന് വീട്ടിൽ പോകാമല്ലോ എന്ന് അവർ വളരെ സന്തോഷത്തോടെ ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ചില മാസം അവിടെ പോയി ഹോസ്പിറ്റലായി പോയാൽ നെഗറ്റീവ് ആകാതെ അവർ നമ്മളെ വീട്ടിൽ വിടത്തില്ല.
പോസിറ്റീവായിട്ട് ഒരിക്കലും നമ്മളെ അവർ വീട്ടിൽ വിടത്തില്ല. അപ്പൊ അവരിങ്ങനെ നെഗറ്റീവ് ആകത്തില്ല, കാരണം കീമോ ചെയ്യുന്ന പേഷ്യൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആകത്തില്ല. കാരണം ഇമ്മ്യൂണിറ്റി പവർ തീരെ കുറവായതുകൊണ്ട് ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കുറവ്. അങ്ങനെ 9 പ്രാവശ്യവും 7 പ്രാവശ്യവും 5 പ്രാവശ്യവും കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്നവരുടെ കൂടെയാണ് ആദ്യത്തെ സമയം തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി തീരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ ഈ സഹോദരങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞാൻ ഈ സഹോദരങ്ങളോട് പറഞ്ഞു. അവർക്കാർക്ക് ഒരാൾക്ക് മാത്രം അറിയാം, ക്രിസ്മസ് യേശുവിന്റെ ബർത്ത്ഡേ ആണ് December 25th. മറ്റവരൊന്നും കർത്താവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. യേശു എന്ന് പറഞ്ഞ വേർഡ്, ആ പേര് പോലും അവർ കേട്ടില്ല. ഞാൻ കമ്പി വാചകത്തിൽ അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഹോസ്പിറ്റലിലും എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല. പക്ഷെ ഞാൻ ചുരുങ്ങിയ വാചകങ്ങൾ ഞാൻ അവരോട് കർത്താവിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇത്രയും പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കും, ഈ യേശു എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഈ സഹോദരി പറയുന്നു. ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ, ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, കോവിഡിൽ നിന്നും സൗഖ്യം നിന്നും ഞങ്ങൾക്കൊന്ന് വീട്ടിൽ പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞു. അവർ 3 പേരും എൻ്റെ അപ്പുറത്തുള്ള ബെഡിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്ന് ഇവർക്ക് വേണ്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഹൃദയം തകർന്ന് മലയാളത്തിലാണ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളത്തിലാണ് പ്രാർത്ഥിക്കുന്നു. അവർ പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ കരച്ചിലോടുകൂടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയ ഭവനത്തിൽ പോയി. ഇവര് ഒരാഴ്ചക്കകം ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ അന്നേരം അവിടെ വെച്ച് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് പിന്നെ ഇവരെല്ലാവർക്കും ഓരോ ടൈം വെച്ചിട്ടുണ്ട് ഇങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ആ ടൈമിനകത്ത് പിറ്റേ സാറ്റർഡേക്കകത്ത് എല്ലാവരും, അവർ 3 പേരും കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി വീട്ടിൽ പോകാനായിട്ട് ദൈവം സഹായിച്ചു. എല്ലാവരും എനിക്ക് സന്തോഷത്തോടെ മെസ്സേജ്, ഞങ്ങളുടെ കോവിഡ് നെഗറ്റീവായി. ഞാൻ പറഞ്ഞു, യേശു നിങ്ങൾക്ക് തന്ന സൗഖ്യമാണ്, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഒരാഴ്ച ആ കോവിഡ് ബാധിച്ച് അവിടെ അഡ്മിറ്റ് ആയത് ഈ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യേശു എന്ന ദൈവം ഉണ്ട്, ജീവനുള്ള ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് കേൾക്കുവാൻ ഒരുപക്ഷെ ഞാൻ അവിടെ ഒരാഴ്ച അഡ്മിറ്റ് ആയതായിരിക്കാമെന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നമുക്ക് സന്തോഷമല്ല. ഞാൻ ആ ഒരാഴ്ച ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പോൾ വളരെ മാനസിക ഭാരമായി, സഹിക്കാൻ കഴിയാത്ത സങ്കടമായി. പക്ഷെങ്കിൽ പിന്നീട് ഞാൻ ഓർത്തു, ഒരുപക്ഷെ കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ എൻ്റെ കഷ്ടത, എൻ്റെ ഈ രോഗം, എൻ്റെ കോവിഡ് അവർക്കൊരു മുഖാന്തരമായി തീർന്നു. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചതിനും എടുക്കൊന്നുമല്ല, ദൈവം കാണിച്ച കരുണ. അവരുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് അറിയാൻ അവർക്ക് ദൈവം ഒരു അവസരം ഉണ്ടാക്കി. അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ആ പ്രയാസമൊക്കെയും കർത്താവ് അത്ഭുതകരമായി സൗഖ്യം. അതുകൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, പപ്പായിക്കും അച്ഛനും കുഞ്ഞുങ്ങൾക്കും 4 പേരും കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. ഇവരുടെ 4 പേരുടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ 4 നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞല്ലോ, ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണമെങ്കിൽ എനിക്ക് ആരെങ്കിലും സഹായം വേണം. അത്രത്തോളം ഞാൻ പരസഹായത്തിൽ ജീവിച്ചിരുന്ന, എന്നുമായിട്ട് കോവിഡ് പേഷ്യന്റായി ഞാനുമായിട്ട് സഹവസിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും കോവിഡ് നെഗറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ടാണ് അവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ. ദൈവം നമ്മളെ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല, കഷ്ടതയോടുകൂടി അവൻ പോക്കുവഴിയും തരുന്ന ദൈവമാണെന്നൊക്കെ കർത്താവ് പഠിപ്പിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു അനുഭവം കൂടെ പറഞ്ഞു. ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വന്നു, ഏകദേശം ഓൾമോസ്റ്റ് എൻ്റെ ട്രീറ്റ്മെന്റ് തീരാറായി. എനിക്ക് ഒറ്റ കീമോയും കൂടെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. ആ ഒരു സമയം എത്തിയപ്പോഴേക്കും ശരീരത്തിൽ ഞാൻ വളരെ ക്ഷീണതയായി. ശരീരത്തിൽ ക്ഷീണത എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഒരു 5 മിനിറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഭവനത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു പാട്ട് ഫുൾ ഒന്ന് പാടാനോ ഒന്ന് കൈയടിക്കാനോ ഒന്നും ഒരു ആരോഗ്യമില്ല ശരീരത്തിൽ. അത്രത്തോളം ഈ ട്രീറ്റ്മെന്റുകളൊക്കെ എന്നെ തളർത്തിക്കളയും. അപ്പോൾ മനസ്സിന് വളരെ ഭാരം തോന്നി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകും? എൻ്റെ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ഇങ്ങനൊരു രോഗം ഉണ്ടെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഇങ്ങനൊരു രോഗം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ദൈവസന്നിധിയിൽ ഒറ്റ കാര്യം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, 17ാമത്തെ വയസ്സിൽ നിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു, ഞാൻ സമർപ്പിച്ചു. ഞാൻ ഇന്നുവരെയും കർത്താവിന്റെ വേല, വിശ്വസ്ത എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരിക്കൽ പോലും നമ്മൾ വിശ്വസ്തരല്ല, അപ്രയോജനപ്രദന്മാരാണ്, ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല, കർത്താവ് ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് ഒന്നുമായിട്ടില്ല. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തീർന്നു പോയിട്ടില്ല എങ്കിൽ, എന്നെക്കുറിച്ച് വ്യക്തിപരമായി, കുടുംബമായി, ഞങ്ങളെക്കുറിച്ച് കർത്താവ് എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിന്റെ വേല ചെയ്യുവാനുള്ള ആയുസ്സും ആരോഗ്യവും നീ എനിക്ക് ഈ രോഗത്തിൽ നിന്ന് തന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കണം, കർത്താവ് എനിക്ക് അതിനുള്ള ശക്തി തരണം. ഇത് മാത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളെ നോക്കണമെന്ന്, പപ്പായെ നോക്കണമെന്ന്, ഇതൊന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
കർത്താവിന്റെ വേല ചെയ്യുവാൻ ശുശ്രൂഷകൾ കർത്താവ് ബാക്കി വെച്ചിട്ടുണ്ട്. എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തീർന്നെങ്കിൽ എനിക്ക് ഒരു സങ്കടവുമില്ല. ഈ രോഗം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാനുള്ള മുഖാന്തരമാണെങ്കിൽ ഓക്കെ, നമുക്കതിൽ പ്രയാസമില്ല. പക്ഷെ ഈ കർത്താവ് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവേല ചെയ്യാനുള്ള ആരോഗ്യം തരണം. ദൈവത്തോട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവവേല പോയിട്ട് ഒരു പാട്ട് പാടാനുള്ള ആരോഗ്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഇത്രയും ട്രീറ്റ്മെന്റുകളൊക്കെ നീ ചെയ്തില്ലേ, ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആണ്, ഇത് ഒത്തിരി സമയമെടുത്തേ മാറത്തുള്ളൂ, ചിലപ്പോൾ ഫുള്ളായിട്ട് മാറിയില്ലെന്ന് ഇരിക്കും, നിനക്ക് അതിസഹിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയാ സഹിക്കാൻ കഴിയാത്ത വേദനകൾ വരുമ്പോൾ നീ പെയിൻ കില്ലർ കഴിക്കുക, ഇത് മാത്രമേ ഇതിനുള്ള ഒരു പരിഹാരമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ മനസ്സിന് ഭാരം, ഏറിയ ഭാരത്തോടുകൂടി 2021 മാർച്ച് മാസത്തിൽ, അന്നേരം കോവിഡിന്റെ ഒരു സമയമാണ്, നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ ആണ്, സെക്കൻഡ് ടൈം കോവിഡ് വേവ് വന്ന സമയം. ഞങ്ങളെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ ക്ഷീണതമായി. അപ്പോൾ ഓൺലൈൻ പ്രെയർ ഒക്കെ നടക്കുന്ന സമയം ഞാനൊരു ഓൺലൈൻ പ്രെയറിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു ഫ്രൈഡേ 11 മണിക്കുള്ള ഓൺലൈൻ പ്രെയറിൽ എനിക്ക് ബെഡിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫോൺ നീക്കി വെച്ചിട്ട് ബെഡിൽ കിടക്കുകയാണ്. 11 മണിക്ക് ആ പ്രാർത്ഥന തുടങ്ങി. 11:25 വരെ ആ സഹോദരി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ സിസ്റ്റർ പറഞ്ഞു, എനിക്ക് ഓൾറെഡി പുള്ളിക്കാരി മെസ്സേജ് അയച്ചിട്ടായിരുന്നു, ഞാൻ പാട്ട് പാടണം, വർഷിപ്പ് പാട്ട് പാടണം. എനിക്ക് പാടാനുള്ള ആരോഗ്യം ഇല്ല. അപ്പൊ ഞാൻ മെസ്സേജ് കണ്ടില്ല, ഫോൺ നീക്കി വെച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഫോൺ കണ്ടു. സിസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ഇപ്പോൾ ബോംബെയിലുള്ള ബ്ലസ് സിസ്റ്റർ പാട്ട് പാടും. ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാല്. കാരണം ഈ ഒരു സെന്റൻസോട് പാടാനുള്ള ആരോഗ്യം എനിക്കില്ല. പിന്നെ ഞാൻ എന്തോ പാടുന്നത്, ഞാൻ ഒരു സെക്കൻഡ് ചാടി എഴുതിട്ട് ദൈവം ഏത് പാട്ടാണ് ഞാൻ പാടുന്നേ, ഒരു പ്രിപ്പേർഡ് അല്ല, നമ്മൾ മെന്റലി ഒട്ടുമല്ല, ഫിസിക്കലി ഇല്ല. ഞാനിങ്ങനെ ആ ചാടി എഴുന്നേറ്റ സമയത്തിന് ഞാൻ ഓർത്ത് ഏത് പാട്ട് പാടണം, ഇങ്ങനെ ഒരു ഇതിലായി. പെട്ടെന്ന് ദൈവം എന്റെ നാവിൽ തന്ന പാട്ടാണ്, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നതായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ആ പാട്ട് പാടി. കർത്താവിന്റെ ദാസനെ, എന്റെ മാന്യ പ്രേക്ഷകരെ, 11:30 മുതൽ 12:45, 12:50 വരെ ആ പാട്ട് മാത്രം പാടി ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അന്ന് ആ ഓൺലൈൻ പ്രയറിൽ പ്രാർത്ഥന നടന്നില്ല. സ്തോത്രം. അത് ദൈവത്തിന്റെ വലിയൊരു ദൈവ സാന്നിധ്യത്താൽ കർത്താവ് അന്ന് എന്നെ നിറച്ചു. ഞാൻ എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ശരീരത്തിൽ അനുഭവിച്ചോ, ഈ ഒരു ട്രീറ്റ്മെന്റുകൾ മുഖാന്തരം ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ അനുഭവിച്ചു കൊണ്ടിരുന്നത്, ആ സകല പ്രയാസങ്ങൾക്കും അന്ന് പകലിലുള്ള ആ ആത്മീയ ആരാധനയിൽ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. സ്തോത്രം. ഞാൻ ഇരുന്നു കൊണ്ട് പാടി, ഞാൻ കട്ടിലിൽ നിന്ന് ഇറങ്ങി, ഞാൻ നൃത്തം ചെയ്ത് കർത്താവിനെ ആ റൂമിനകത്ത് ആരാധിച്ചു. മണിക്കൂറുകൾ, മിനിറ്റുകൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സൗഖ്യം ഞാൻ അന്ന് പകൽ അനുഭവിക്കുവാനിടയായി. കർത്താവ് അങ്ങനെയും കൂടി അതിനുശേഷം ഞാൻ എത്ര നേരം കൈയടിച്ചാലോ, എത്ര നേരം പാട്ട് പാടിയാലോ, എത്ര നേരം ദൈവവചനം പറഞ്ഞാലോ, ഒരു പ്രയാസങ്ങളും ആത്മീയ അനുഭവങ്ങൾ എനിക്ക് ഒരു ക്ഷീണതയും. അല്ലാതെ ഭവനത്തിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണതകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്രയും ശക്തിയോടെ ഞാൻ എന്ത് ആത്മീയ ശുശ്രൂഷകൾ ചെയ്താലും എനിക്ക് ശരീരത്തിൽ ഒരു ക്ഷീണവും അനുഭവിക്കാത്ത രീതിയിൽ കർത്താവിനെ അന്ന് പകൽ ബലപ്പെടുത്തുവാനായിട്ട്. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതകരമായ സൗഖ്യം പല ആവർത്തി ഈ രോഗാവസ്ഥയിൽ അനുഭവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. അനേകരുടെ പ്രാർത്ഥന പിന്നെയും ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്, വളരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അനേകരുടെ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവത്തിന്റെ മഹാകരുണയും എൻ്റെ മേലുള്ള ദീർഘമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ഈ അനുഭവം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ആയുസ്സിനെ ദീർഘമാക്കിയതോർത്ത് സ്തോത്രം ചെയ്യും. ഈ കീമോതെറാപ്പി, അതുപോലെ ഇവിടെ പറഞ്ഞതായ റേഡിയേഷൻ തുടങ്ങിയ ആ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വിധേയപ്പെട്ടപ്പോൾ തലമുടിയൊക്കെ പൊഴിഞ്ഞു പോയി കാണുമല്ലോ? പോയി പാസ്റ്ററെ, മൊത്തം പോയി. 2 പ്രാവശ്യം പോയി. കാരണം എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. ആദ്യം ഫുൾ പോയി, ആദ്യത്തെ കീമോയ്ക്ക്. അതിനുശേഷം സർജറി കഴിഞ്ഞു, അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ വന്നു. പിന്നെ കോവിഡിന്റെ ആയതുകൊണ്ട് എന്റെ കീമോ, ഹൈ ഡോസ് കീമോ ഒരു കുറച്ച് ഡിലേ ആക്കിയായിരുന്നു 2 മാസത്തോളം. കാരണം ഈ കോവിഡ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത്ര ഹൈ കീമോ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജൂലൈയിലാണ് എനിക്ക് തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് വരുന്നതിന്റെ മുൻപ് ആ ജൂലൈയിലാണ് എനിക്ക് കീമോ. അപ്പൊ എന്റെ സർജറി ഏപ്രിൽ കഴിഞ്ഞു. അപ്പൊ 2-3 മാസം കൊണ്ട് പിന്നെയും പോയ മുടിയൊക്കെ കിളിച്ചു വന്നു. ചെറുതായിട്ട്, ഒത്തിരിയില്ല, കുറച്ച് വന്നു. പക്ഷെ പിന്നെയും സ്ട്രോങ് കീമോ തുടങ്ങിയപ്പോൾ അത് പിന്നെ ഫുൾ പോയി, എല്ലാം പോയായിരുന്നു. ഓക്കെ. ഇപ്പോൾ കർത്താവ് നല്ല മുടിയും തിരിച്ചു തന്നു, രോഗസൗഖ്യം തന്നു, ആരോഗ്യം തന്നു, നിശ്ചയമായിട്ടും പ്രതീക്ഷയും വിശ്വാസവും തന്നു. ഇപ്പൊ മറ്റു ട്രീറ്റ്മെന്റുകളൊന്നും ഇല്ലല്ലോ, അല്ലെ? ദൈവത്തിന്റെ കരുണയാൽ ട്രീറ്റ്മെന്റുകളൊന്നുമില്ല. പരിപൂർണ സൗഖ്യം കർത്താവ് തന്നു. നിശ്ചയമായിട്ടും 4 വർഷമായി. ഈ നവംബർ 30 ആയപ്പോൾ 4 വർഷം.
കഴിഞ്ഞ 4 വർഷമായിട്ട് അത്ഭുത രോഗസൗഖ്യം ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യമായിട്ട് പറയാൻ ദൈവം തന്നല്ലോ. അത് തീർച്ചയായിട്ടും ഒരു പാഴ്സണേജിൽ ജനിച്ചു വളർന്നതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട്, ആ ഒരു റിസൾട്ടാണ്, ആ ഒരു ഫൗണ്ടേഷനാണ് അതിന് ഒക്കെ സഹായകരമായി തീർന്നതെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു അനുഭവം. നാൾ വഴികളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എങ്കിലും ഇതുപോലെയുള്ളൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ആ ഒരു ട്രെയിനിങ് ആയിരുന്നു നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ക്ഷീണിച്ചു പോകാതെ കോവിഡ് വന്നു, കാൻസർ രോഗം 4th സ്റ്റേജിൽ വന്നു, തേർഡ് സ്റ്റേജിൽ വന്നു, ടാറ്റ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വിധേയമായി. അപ്പോഴതിൻ്റെയൊക്കെ നടുവിലും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ സ്വാഭാവികമായിട്ട് നമ്മൾ പതറിപ്പോകാവുന്ന സാഹചര്യമാണ്. എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൂടെ ഇരുന്നു എന്ന് പറയുന്നത് വലിയ ഒരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത വിടുതലുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷ മുഖത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളെ കുറിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്ക് പ്രചോദനപ്രദമാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറയാമോ? ഒരുപാട് സഹോദരിമാര് കർത്താവിൻ്റെ വേലയിൽ ഈ നാളുകളിലൊക്കെ ആയിരിക്കുന്നു. അവർക്കൊക്കെ അനുഭവം അവരോടൊക്കെ പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ദാസിക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ, ചില ഓർമ്മകളൊന്ന് പറയാമോ? കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പപ്പ വളരെ കർക്കശക്കാരനായതുകൊണ്ട് നിർബന്ധമായിരുന്നു ദൈവവചനം വായിക്കണം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പറയണം. അങ്ങനെയെങ്കിൽ എൻ്റെ ഓർമ്മ ശരിക്കും 4ാം ക്ലാസ് മുതലോ 5ാം ക്ലാസ് മുതലോ എങ്ങാണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ വായിച്ച് ഷെയർ ചെയ്യും. പ്രസംഗത്തിന്റെ സ്റ്റൈൽ എത്തിയിട്ടില്ല അന്ന്, പക്ഷെ അന്ന് മുതൽ ദൈവവചനം ആവർത്തിച്ച് വായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് പല വേദികളിലും കർത്താവിന്റെ വചനം പറയാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എന്താ, എനിക്ക് മനസ്സിലായി, ഇപ്പൊ എന്നെക്കാട്ടിലും പ്രായമുള്ള ഒരു പക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കും വചനം, എന്റെ സാക്ഷ്യം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ കാര്യം. കർത്താവിന് വേലിലായിരിക്കുന്ന സഹോദരിമാരോട് പറയുവാൻ ഉള്ള ഒരു കാര്യം എനിക്ക് ദൈവം തന്നത്, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും എന്നെനിക്ക് പറയുവാനായിട്ടുണ്ട്. ഒരു കാര്യം, അതിൽ എന്തെല്ലാം പ്രതിസന്ധികൾ, അതിന് ഈ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളാണല്ലോ എല്ലാം. നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തപ്പോൾ പോലും നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന കർത്താവിങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുക. അപ്പോൾ ദൈവമാണ് നമ്മെ ശക്തീകരിക്കുന്ന. കർത്താവിന്റെ പേരിലായിരിക്കുന്ന സഹോദരിമാരോട് പ്രചോദനമായിട്ട് പറയുവാനുള്ള 1-2 കാര്യങ്ങൾ പറയുമ്പോൾ, ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനെ കല്ലറയ്ക്ക് പോയ സഹോദരിമാരെ നമുക്ക് കാണാം. അതിരാവിലെ 2 വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അതിരാവിലെയും ഇരുട്ടുള്ളപ്പോഴും എന്ത് ചെയ്തു? അവര് കല്ലറയ്ക്ക് പോയി. 2 വേദഭാഗങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അന്നത്തെ സമൂഹത്തിൽ സഹോദരിമാർക്ക് പോകുവാനോ അല്ലെങ്കിൽ ഒരു സഹോദരിമാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമൂഹമല്ലായിരുന്നു ജൂയിഷ് കമ്മ്യൂണിറ്റി. അവരെപ്പോഴും ഡീപ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ഒരിക്കലും യഹൂദ കമ്മ്യൂണിറ്റി സഹോദരിമാർക്ക് ഒരു രീതിയിലുള്ള പ്രചോദനം കൊടുക്കാതിരിക്കുമ്പോഴാണ് കർത്താവ് അവരെ തന്റെ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടത്. അല്ലെ, ഈ പ്രതികൂലങ്ങൾ, സമൂഹത്തിന്റെ എതിർപ്പ്, അധികാലം, ഇരുട്ട്, ഈ പ്രതികൂലങ്ങളൊക്കെ അവഗണിച്ചു കൊണ്ടുപോയ ആ കല്ലറയ്ക്കിലേക്ക് പോയ സഹോദരിമാരുടെ മുൻപിലാണ് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത വലിയൊരു വാർത്തയും ഒരു കാഴ്ചയും ദൈവം കാണിച്ചത്. എനിക്ക് ആ വചനഭാഗം എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എന്നെ വളരെ ധൈര്യപ്പെടുത്തിയൊരു ദൈവവചന ഭാഗമാണ്. കാരണം പ്രതികൂലങ്ങൾ മാത്രമുള്ളൂ, അനുകൂലമായിട്ട് ഒരു സാഹചര്യമില്ല. ഹെൽപ്പിന് ഒരു പുരുഷ സഹായം പോലും ആ സഹോദരിമാർക്കില്ല. എന്നാൽ ഇരുട്ടല്ല, ഞങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരാരും അവരുടെ കൂടെ പോയില്ല. അവര് കർത്താവിന്റെ ശരീരത്തിൽ, അവര് മൃദുശരീരം കാണാൻ പോയത്, ഒരിക്കൽ സുഗന്ധവർഗവുമായി പോയെന്ന് നാം വചനത്തിൽ വായിക്കും. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി ആ കല്ലറയ്ക്കൽ ആ സഹോദരിമാർക്ക് വേണ്ടി തുറന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ മുമ്പിൽ തടസ്സങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും കാണത്തില്ല. പക്ഷെങ്കിൽ അതിനെയും അവഗണിച്ചുകൊണ്ട്, അതിനെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് മുൻപോട്ട് പോകാൻ നാം ആയിരുന്നെങ്കിൽ ആരും കാണാത്തത് ദൈവം നമ്മെ കാണിക്കും, ആർക്കും കൊടുക്കാത്ത ദൗത്യം ദൈവം നമ്മെ ഫലമേൽപ്പിക്കും എന്ന ആ വചനഭാഗം എന്നെ ധൈര്യപ്പെടുത്തിയൊരു വചനഭാഗമാട്ടോ പാസ്റ്റർ. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വചനഭാഗം എന്റെ ശുശ്രൂഷയിൽ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്, ശക്തീകരിച്ചിട്ടുണ്ട്. അതേ വചനഭാഗമാണ് എനിക്ക് സഹോദരിമാരോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നിശ്ചയമായിട്ട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ അവഗണിക്കുക എന്ന് പറയുമ്പോൾ അതിനെ വലുതായി കാണാതിരിക്കുക.
നമ്മുടെ കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നാം നന്നായി ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തണം. നമ്മുടെ ദൈവസഭയുടെ ഉത്തരവാദിത്വം നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതും നാം നന്നായി ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് ജോലി മേഖലകളിലായിരിക്കും സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലിയിൽ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് സെർവിങ്. അപ്പോൾ അതെല്ലാം നന്നായി ചെയ്യും. അറ്റ് ദ സെയിം ടൈം അതേ സമയം തന്നെ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും കൂടി ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് പോകുവാൻ, അതിനനുസരിച്ച് ചുവടുകളെ വെക്കുവാൻ, മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളൊരു ആഹ്വാനമാണ് എനിക്ക് തരുവാനായിട്ട്. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസിയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പറഞ്ഞല്ലോ. കോവിഡ് കാലം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഒരുപോലെ അഫക്റ്റ് ചെയ്തതായ ഒരു വൈറസ് ബാധയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ശരീരത്തിലെ പ്രതിരോധശേഷി കുറവുള്ളതായ കാൻസർ പോലെയുള്ള രോഗം ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു അനുഭവം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. നല്ല ആരോഗ്യമുള്ളവർ പോലും പെട്ടെന്ന് രോഗിയായി തീരുകയും മരണത്തിന് വിധേയപ്പെടുകയും കണ്ണിന് മുൻപിൽ പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ, ഉടയവരെയും കാണാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ നടുവിലും കാൻസർ രോഗത്തിന് ഒരു വശത്ത് ചികിത്സയും കീമോതെറാപ്പിയും സർജറിയും അതുപോലെ റേഡിയേഷനും ഒക്കെ ചെയ്യുമ്പോൾ ഈ കോവിഡ് ബാധിക്കപ്പെടുന്ന ഒരു അനുഭവം, അതിലും ഈ രണ്ട് രോഗത്തിലും ആ ടാറ്റ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി വന്നതായ ആ ഒരു ദൈവ സാന്നിധ്യം ആ രോഗക്കിടക്കയിൽ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് അനുഭവിച്ച് അവിടെ വെച്ച് തന്നെ ആ കോവിഡ് എന്ന് പറയുന്ന ആ മഹാമാരി നെഗറ്റീവ് ആയി മാറി അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നു. വീണ്ടും അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കും ആ രോഗസൗഖ്യം ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓരോ അനുഭവങ്ങളാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കടന്നു വരുന്നത് അതിൻ്റെ പിന്നിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് രോഗമായിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും, എത്ര സങ്കീർണമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ ഒളിച്ചോടുകയല്ല, പകരം അതിനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുവാൻ സഹായമാകുമെങ്കിൽ ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് പിന്നെ ജീവിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയിലൂടെ നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നതായ ജീവിതാനുഭവങ്ങൾ അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുകയും അത് മുഖാന്തരം ദൈവനാമം മഹിമപ്പെടുവാനും ഇടയായിത്തീരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും അതിൻ്റെ നടുവിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനും തിരിച്ചറിയുവാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവീയ സ്പർശനം, ആ ദൈവീയ ഇടപെടൽ നിങ്ങളുടെ രോഗക്കിടക്കയിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കൂടിയായിത്തീരും. ആകിയാൽ കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഈ കേട്ടതായ ഈ സാക്ഷ്യം, ഈ ജീവിതാനുഭവം ഒരു അനുഗ്രഹമായി വിടുതലായി തീരേണ്ടതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരട്ടെ, നിങ്ങളോട് സംസാരിക്കട്ടെ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ബ്ലെസ്സി അനീഷ് ഈ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടിയനെ ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ ജീവിതാനുഭവങ്ങൾ മാന്യ പ്രേക്ഷകരോട് കർത്താവെ ഷെയർ ചെയ്യുവാൻ ദൈവം അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവമേ, സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. വിവിധമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രതിസന്ധികൾ കൂടി, ഭാരങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ടല്ലോ കർത്താവെ. ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, വചനത്താൽ കർത്താവെ അടിയന്റെ ജീവിതത്തിലെ സാക്ഷ്യത്താൽ അവർക്ക് വിടുതൽ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസികമായി ഭാരം അനുഭവിക്കുന്നവർ മാനസിക ഭാരങ്ങൾ മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ പലവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, നിരാശയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ.
രോഗികൾക്ക് നല്ല സൗഖ്യദായകനായ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി അവരുടെ മേൽ അയച്ചു നാഥ. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സൗഖ്യമുള്ളവരായി തീരുവാൻ ദൈവം അവരെ സഹായിക്കണമേ. അതിനേക്കാളൊക്കെ ഉപരി കർത്താവിൽ വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് കർത്താവിന്റെ സാന്നിധ്യം കൂടിയുണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചെടുക്കുവാൻ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെ നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രോഗങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ലല്ലോ. അതെല്ലാം കർത്താവ് ഞങ്ങളെ പണിയപ്പെടുത്തുന്ന, കർത്താവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ജീവിതത്തിന്റെ മേഖലകളായിരിക്കാൽ അതിനുവേണ്ടി നിന്റെ കരങ്ങളിൽ വിധേയപ്പെടുത്തി തരുവാൻ, സമർപ്പിച്ചു തരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, വേദനകൾ സങ്കടങ്ങൾ മാറട്ടെ. ആമേൻ. പ്രത്യാശയുള്ളവരായി, ദൈവത്തിൽ വ്യാഴമേറെ വിശ്വാസമുള്ളവരായി, ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനായി സ്തോത്രം. കർത്താവെ, പ്രിയ ദൈവദാസനെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി നന്ദി പറയുന്നു. അനേകരുടെ ജീവിത അനുഭവങ്ങൾ, അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ കാരണമായി തീർന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്റെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, വിശാലമാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടി കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അനേകർക്ക് രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ ദൈവ മുഖാന്തരങ്ങൾ ഒരുക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു കർത്താവിന്റെ ആസി സിസ്റ്റർ ബ്ലെസ്സി അനീഷ്. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസികളെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരായ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സാക്ഷ്യം തുടർമാനമായി നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക, അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ കൂടിയായി തീരുമല്ലോ. ആമേനെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഇന്ന് തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഒരു സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നല്ലോ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ഇന്ന് തന്നെ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.